പരിശുദ്ധ കുർബാന അത് കർത്താവിൻ്റെ ജീവനുള്ള ശരീരവും രക്തവുമാണെന്ന് ഓരോ ദിവ്യകാരുണ്യ അത്ഭുതത്തിലൂടെ സഭാ ചരിത്രത്തിൽ കർത്താവ് തെളിയിച്ച് തൻ്റെ ജനത്തെ ബോധ്യപ്പെടുത്തുകയാണ്. എത്രയോ ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ സഭയിലൂടെ സ്വർഗം നമുക്ക് ദാനമായി തന്നിട്ടുണ്ട്. നമ്മുടെ വിശ്വാസം വർദ്ധിക്കുവാൻ, പരിശുദ്ധ കുർബാനയിൽ നമ്മുടെ ജീവിതങ്ങൾ കെട്ടപ്പെടുവാൻ, ദിവ്യകാരുണ്യത്തിൻ്റെ ജീവിതങ്ങളായി നമ്മളെല്ലാം മാറ്റപ്പെടുവാനുള്ള കർത്താവിൻ്റെ തിരിഹിതമാണ് ഈ അത്ഭുതങ്ങളുടെ പുറകിൽ നമുക്കേവർക്കും കാണുവാനായിട്ട് കഴിയുന്നത്. നമ്മുടെ കർത്താവ് എത്രയോ നല്ലവനാണ്. ദിവ്യകാരുണ്യ അത്ഭുതങ്ങളിലൂടെ നമ്മോടുള്ള കർത്താവിൻ്റെ സ്നേഹവും വിശ്വസ്തതയുമാണ് വെളിപ്പെടുന്നത്. എൻ്റെ സഹോദരങ്ങളെ, ഒത്തിരി സ്നേഹത്തോടെ സ്വർഗം കനിഞ്ഞു തന്നിരിക്കുന്ന ഈ കൃപയുടെ ദിനങ്ങളിലേക്ക് നിങ്ങളേവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ എല്ലാവരെയും ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വലിയ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. പരിശുദ്ധ കുർബാന കർത്താവ് തൻ്റെ സഭയ്ക്ക് നൽകിയ ഏറ്റവും ശ്രേഷ്ഠമായ ദാനമാണ്. കർത്താവിൻ്റെ മഹോന്നതമായ ദാനമാണ്. തൻ്റെ രക്തശരീരങ്ങൾ അവിടുന്ന് നമുക്ക് നൽകുകയാണ്. സഭാപിതാവായ വിശുദ്ധ അഗസ്തീനോസ് പറയുന്നുണ്ട്, കർത്താവ് തന്നെ നമുക്കായി നൽകുകയാണ്. ഇതിനേക്കാൾ വലിയൊരു ദാനം കർത്താവിന് നമുക്കായി നൽകാനില്ല. വിശുദ്ധ അഗസ്തീനോസിന്റെ ഈ വാക്കുകൾ എത്ര അർത്ഥവത്താണ് പ്രിയപ്പെട്ടവരെ. തന്നേക്കാൾ ഉന്നതമായൊരു ദാനം, ശ്രേഷ്ഠമായൊരു സമ്മാനം കർത്താവിന് നമുക്ക് നൽകാനുണ്ടോ? തൻ്റെ തിരുശരീര രക്തങ്ങൾ എന്നേക്കുമായി നമുക്ക് നൽകിക്കൊണ്ട് നമ്മോടുള്ള കർത്താവിൻ്റെ സ്നേഹം അവിടുന്ന് വെളിപ്പെടുത്തുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, പരിശുദ്ധ കുർബാനയിൽ ആഴപ്പെട്ട് വിശ്വസിക്കുവാനുള്ള വിശ്വാസ ഹൃദയത്തിനു വേണ്ടി നമ്മൾ നിലവിളിക്കണം. സെക്കൻഡ് ന്യൂസിലൂടെ യുക്രിസ്റ്റ്, മിറാക്കിൾസ് ഓഫ് യുക്രിസ്റ്റ്, ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ ഈ ശുശ്രൂഷ സ്വർഗം നമുക്ക് തന്നിരിക്കുന്നത് പരിശുദ്ധ കുർബാനയിലുള്ള കർത്താവിൻ്റെ സജീവമായ സാന്നിധ്യം ദിനംതോറും അനുഭവിച്ചുകൊണ്ട് ആ സാന്നിധ്യത്തിൽ നമ്മുടെ ജീവിതങ്ങൾ ബന്ധിതമാകുവാൻ, നമ്മുടെ കുടുംബങ്ങൾ കെട്ടപ്പെടുവാൻ, നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മുടെ കുടുംബാംഗങ്ങളും നമ്മുടെ സമൂഹവും എല്ലാം പരിശുദ്ധ കുർബാനയിൽ കെട്ടപ്പെട്ട കുടുംബങ്ങളായി, സമൂഹങ്ങളായി രൂപാന്തരപ്പെടുവാനാണ് ദൈവത്തിൻ്റെ റൂഹ ഈ ശുശ്രൂഷ നമുക്കായി തന്നിരിക്കുന്നത്. നമുക്ക് വലിയ പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധിയിൽ ആയിരിക്കാം. പ്രഭാഷകന്റെ പുസ്തകം 24:21 ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്. പ്രഭാഷകൻ 24:21 എന്നെ ഭുജിക്കുന്നവന്റെ വിശപ്പ് ശമിക്കുകയില്ല, പിന്നെയും ആഗ്രഹിക്കും. എന്നെ പാനം ചെയ്യുന്നവൻ വീണ്ടും അഭിലഷിക്കും, അവൻ വീണ്ടും അഭിലഷിക്കും. എൻ്റെ സഹോദരങ്ങളെ, കർത്താവിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടിയുള്ള, കർത്താവിൻ്റെ രക്തശരീരങ്ങൾക്ക് വേണ്ടിയുള്ള നിരന്തരമായൊരു വിശപ്പ്, നിരന്തരമായൊരു ദാഹം ദിനംതോറും നമ്മുടെ ജീവിതത്തിലേക്ക് പകർന്നു നൽകുവാൻ കർത്താവിൻ്റെ കാരുണ്യം നമ്മെ സഹായിക്കുകയാണ്. എന്നെ ഭക്ഷിക്കുന്നവന്റെ വിശപ്പ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. എന്തിനുള്ള വിശപ്പ്? കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ, കർത്താവിൻ്റെ കൃപയിൽ ജീവിക്കുവാൻ, കർത്താവിൻ്റെ വചനത്തെ വില കൊടുത്ത് അനുസരിക്കുവാൻ, കർത്താവിനോട് ഐക്യപ്പെട്ട് ജീവിക്കുവാനുള്ള വിശപ്പ് ഓരോ ദിനവും വർദ്ധിച്ചു വരികയാണ്. എന്നെ പാനം ചെയ്യുന്നവന്റെ ദാഹം ശമിക്കുകയില്ല, അത് വർദ്ധിക്കും. കർത്താവിന്റെ രക്തം നമ്മൾ കുടിക്കുമ്പോൾ, ദിനംതോറും കർത്താവിന്റെ രക്തം നമ്മൾ പാനം ചെയ്യുമ്പോൾ, എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ പരിശുദ്ധാത്മ അഭിഷേകത്തിൽ നിറയുകയാണ്. നമ്മുടെ കുടുംബങ്ങൾ ദൈവശക്തിയിൽ നിറയുകയാണ്. നമ്മുടെ സമൂഹങ്ങളിൽ കർത്താവിന്റെ റൂഹ ഇറങ്ങി വരികയാണ്. ഈ സത്യം മനസ്സിലാക്കുക. നമ്മുടെ സഹോദരങ്ങളെ, പരിശുദ്ധ കുർബാനയിൽ
നമ്മുടെ വിശ്വാസം അധികമായി വർദ്ധിക്കണം. അത് വെറും ഒരു അപ്പമല്ല, അത് വെറും ഒരു വീഞ്ഞല്ല. ജീവിക്കുന്ന സർവശക്തനും സർവാധിപനുമായ നമ്മുടെ കർത്താവിന്റെ തിരുശരീര രക്തങ്ങളാണെന്ന് ഓരോ ദിവ്യകാരുണ്യ അത്ഭുതത്തിലൂടെ കർത്താവ് തന്റെ ജനത്തെ ബോധ്യപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. അതിനാൽ വീണ്ടും ദൈവത്തിന്റെ വചനം പറയുന്നു, അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം 46-ാം വചനത്തിൽ എന്താണ് വചനം പറയുന്നത്? അവരേക മനസ്സോടെ താല്പര്യപൂർവം അനുദിനം ദേവാലയത്തിൽ ഒന്നിച്ചുകൂടുകയും ഭവനം തോറും അപ്പം മുറിക്കുകയും. ശ്രദ്ധിച്ചത് നിങ്ങൾ? ദിനംതോറും അവിടെ പരിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുകയാണ്. കർത്താവിന്റെ ജീവിക്കുന്ന രക്തശരീരങ്ങൾ ഉൾക്കൊള്ളുകയാണ്. ഓരോ ദിവസവും അവർ ഒന്നിച്ചുകൂടി കർത്താവിന്റെ ശരീരം ഭക്ഷിച്ച് കർത്താവിന്റെ രക്തം പാനം ചെയ്ത് അവർ ആത്മശക്തിയുള്ളവരുകയാണ്. ആദിമ സഭ പരിശുദ്ധാത്മാവിന്റെ തീ പിടിച്ച സഭയായിരുന്നു. അതിന് പ്രധാന കാരണം ആദിമ സഭയിലെ വിശ്വാസികൾ ദിനംതോറും അവർ ഒന്നിച്ചു വന്ന് കർത്താവിന്റെ ശരീരം ഭക്ഷിക്കുകയും കർത്താവിന്റെ രക്തം പാനം ചെയ്യുമായിരുന്നു. അതാണ് അവരുടെ ശക്തിയുടെ രഹസ്യം. അവർ പ്രാപിച്ച ആത്മശക്തിയുടെ രഹസ്യം, സീക്രട്ട് ഇതാണ്: കർത്താവിന്റെ തിരുശരീര രക്തങ്ങളോടുള്ള വിട്ടുപിരിയാത്ത സ്നേഹവും ബന്ധവുമാണ്. എൻ്റെ സഹോദരങ്ങളെ, ഇന്ന് നമുക്ക് പരിശുദ്ധ കുർബാനയിൽ അത് ജീവനുള്ള കർത്താവിന്റെ സാന്നിധ്യമാണെന്ന് വിശ്വസിക്കാൻ അനേകർക്ക് കഴിയുന്നില്ല. ഞാൻ പലപ്പോഴും കുഞ്ഞുങ്ങളോട് ചോദിക്കാറുണ്ട്, ഈ തിരുവോസിയിൽ ജീവിക്കുന്ന ഈശോ തന്നെയാണെന്ന് മക്കളെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ ചിന്തിക്കുക, 80% കുഞ്ഞുങ്ങളും, നമ്മളെ വിലയിരുത്തുന്ന സഹോദരങ്ങളെ, 80% കുഞ്ഞുങ്ങള് അവർ പറയുന്നത് കൊണ്ട് അങ്ങ് ചെയ്യുന്നത് മാത്രം, പൂർണ്ണമായ വിശ്വാസമില്ല. കുഞ്ഞുങ്ങൾ മാത്രമല്ല, നമ്മുടെ യുവജനങ്ങൾക്ക്, നമ്മുടെ അന്മായ പ്രേക്ഷിതർക്ക്, എന്തിന് സമർപ്പിതർക്കും, പരിശുദ്ധ കുർബാന പരിക്രമം ചെയ്ത പല വന്യവൈദികർക്ക് പോലും പരിശുദ്ധ കുർബാനയിൽ ജീവിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യമുണ്ട്. ഇത് ഈശോയുടെ തിരുശരീര രക്തങ്ങളാണെന്ന് പൂർണ്ണമായും വിശ്വസിക്കാൻ പറ്റുന്നില്ല. സംശയമാണ്, ആശയക്കുഴപ്പങ്ങളാണ്, ക്ലാരിറ്റി കിട്ടുന്നില്ല. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഈ 15 ദിനങ്ങളിലെ ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ, ഈ ശുശ്രൂഷയിലൂടെ ദൈവത്തിന്റെ റൂഹ എനിക്കും നിങ്ങൾക്കുമായി സമ്മാനിക്കുന്നത് ദിവ്യകാരുണ്യത്തിൽ അടിസ്ഥാനമിട്ട ജീവിതങ്ങൾ, പരിശുദ്ധ കുർബാനയിൽ കെട്ടപ്പെട്ട ജീവിതങ്ങളായി ദിവ്യകാരുണ്യത്തിന്റെ അത്ഭുത ശക്തി ദിനംതോറും സ്വീകരിച്ചുകൊണ്ട് പൊതുസമൂഹത്തിലും സഭയിലും പരിശുദ്ധാത്മാവിന്റെ തീജ്വാലകളായി പ്രകാശിക്കുവാനുള്ള ഉന്നതമായ വിളിയാണ് കർത്താവ് എനിക്കും നിങ്ങൾക്കും തരുന്നത്. പുറപ്പാട് പുസ്തകം 28-ൽ 25-ാം അധ്യായം 8-ാം വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അവിടെ കർത്താവിന്റെ വചനം പറയാണ്, ദൈവം മോശയോട് പറഞ്ഞു, എന്റെ ജനത്തിന്റെ ഇടയിൽ വസിക്കാൻ അവർ എനിക്കൊരു വിശുദ്ധ കൂടാരം സജ്ജമാക്കണം. എനിക്കൊരു വിശുദ്ധ കൂടാരം സജ്ജമാക്കണം. എൻ്റെ സഹോദരങ്ങളെ, ഒരു നിമിഷം നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുകയാണ്. ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളെയും, തുറന്നു വരുന്ന എല്ലാ ശുശ്രൂഷകളെയും ദൈവത്തിന്റെ ആത്മാവിനെ സമർപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കട്ടെ. പരിശുദ്ധ കുർബാനയിലുള്ള വിശ്വാസം ദിനംതോറും നമ്മിൽ വർദ്ധിക്കുവാൻ, സംശയങ്ങൾ മാറുവാൻ, ആശയക്കുഴപ്പങ്ങൾ നീങ്ങുവാൻ, പരിശുദ്ധ കുർബാനയെ കുറിച്ചുള്ള ആഴമേറിയ കൃത്യമായ ക്ലാരിറ്റി ലഭിക്കുവാൻ, അത് ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യമാണെന്ന്, അത് കർത്താവിന്റെ രക്തശരീരങ്ങളാണെന്ന് ഉറപ്പോടെ വിശ്വസിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി, അഭിഷേകത്തിന് വേണ്ടി ഹൃദയം തുറന്ന് ഒരുമിച്ചൊരു മനസ്സോടെ കരമുയർത്തി നമ്മൾ ഒന്നിച്ച് വിളിക്കുന്നു, പരിശുദ്ധാത്മാവേ,
വിശ്വാസം വർദ്ധിപ്പിക്കണമേ, വർദ്ധിപ്പിക്കണമേ, വർദ്ധിപ്പിക്കണമേ. പരിശുദ്ധ കുർബാനയിലുള്ള ദിവ്യ കാരുണ്യത്തിലുള്ള ഞങ്ങളെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, വിശ്വാസം വർദ്ധിപ്പിക്കണമേ, സ്നേഹം വർദ്ധിപ്പിക്കണമേ, ആഴമേറിയ ബന്ധം വർദ്ധിപ്പിക്കണമേ. ഈശോയെ ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ തുറക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഓ പവർ, പവർ, പവർ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. കരങ്ങളടിച്ച് എല്ലാവരും ഒരുമിച്ച് പരിശുദ്ധ കുർബാനയിൽ കെട്ടപ്പെട്ട ജീവിതങ്ങളായി മാറ്റപ്പെടുവാൻ, പരിശുദ്ധ കുർബാനയിൽ കെട്ടപ്പെട്ട കുടുംബങ്ങളായി നമ്മുടെ കുടുംബങ്ങൾ രൂപപ്പെടുവാൻ, പരിശുദ്ധ കുർബാനയിൽ കെട്ടിയിട്ട ജീവിതങ്ങളായി നമ്മുടെ കുഞ്ഞുങ്ങൾ അവരെല്ലാം അതിനായി രൂപാന്തരപ്പെടുവാൻ, നമ്മുടെ സമൂഹങ്ങൾ ദിവ്യകാരുണ്യത്തിന് അനന്തശക്തി സ്വന്തമാക്കുന്ന സമൂഹങ്ങളായി ദിനംതോറും വളരുവാൻ ആഗ്രഹിച്ചുകൊണ്ട് കരമടിച്ച് നമ്മൾ ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവേ, ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ആത്മാവിൻ തീനാളങ്ങൾ ഓരോ കുടുംബത്തിലേക്കും, ഓരോ സമൂഹത്തിലേക്കും, ഓരോ വ്യക്തിയിലേക്കും പെയ്യട്ടെ. കർത്താവേ, പെരുമഴ പോലെ പെയ്യിക്കണമേ. അഭിഷേകത്തിന്റെ പെരുമഴ പെയ്യിക്കണമേ. വിശ്വാസത്തിന്റെ മഴ പെയ്യിക്കണമേ. ഞങ്ങൾ വിശ്വസിക്കാൻ കൃപ തരണമേ. ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൻ തീമഴ പെയ്ത് ഞങ്ങളുടെ കുടുംബങ്ങളിൽ പെയ്യട്ടെ, ഞങ്ങളുടെ സമൂഹങ്ങളിൽ പെയ്യട്ടെ, ഞങ്ങളായിരിക്കുന്ന ദേശങ്ങളിൽ പെയ്യട്ടെ. ആത്മാവിൻ തീനാളങ്ങൾ ഓ മഴയായി പെയ്യ. എല്ലാവരും ഹൃദയം തുറന്ന് ഒരുമിച്ച് പാടിക്കേ. വിശ്വസിക്കാൻ കൃപ തരണമേ. പരിശുദ്ധ കുർബാനയിൽ വിശ്വസിക്കാൻ കൃപ തരണമേ, കൃപ തരണമേ. ഈശോയെ, അവിശ്വാസം പരിഹരിക്കണമേ, സംശയങ്ങളെ മാറ്റണമേ, അല്പവിശ്വാസം നീക്കം ചെയ്യണമേ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ആമേൻ. ഓരോ വ്യക്തിയിലേക്കും സ്വർഗത്തിന്റെ തീ ഇറങ്ങട്ടെ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യ. ആദിമ സഭയിലെ വിശ്വാസികളെ പോലെ സഭ മക്കൾ മുഴുവൻ പരിശുദ്ധ കുർബാനയിൽ കെട്ടപ്പെട്ട ജീവിതങ്ങളായി, പരിശുദ്ധ കുർബാനയിൽ കെട്ടപ്പെട്ട കുടുംബങ്ങളായി, പരിശുദ്ധ കുർബാനയിൽ കെട്ടപ്പെട്ട തലമുറകളായി, സമൂഹങ്ങളായി കർത്താവേ ഞങ്ങളെല്ലാം അനോയിന്റ് ചെയ്യണമേ. ലോർഡ്, anoint us, anoint us, anoint us. Hallelujah, hallelujah, hallelujah. വിവിധ ദേശങ്ങളിൽ, വിവിധ രാജ്യങ്ങളിൽ, വിവിധ കുടുംബങ്ങളിൽ, കൂട്ടായ്മകളിൽ, സമൂഹങ്ങളിലായിരുന്നു ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ജനലക്ഷങ്ങളുടെ മേൽ വിശ്വാസത്തിന്റെ കൃപ വർഷിക്കണമേ. വിശ്വാസത്തിന്റെ തീ പടരട്ടെ, വിശ്വാസത്തിന്റെ ആത്മാവ് വ്യാപരിക്കട്ടെ. ദിവ്യ കാരുണ്യത്തിൽ വിശ്വസിക്കാൻ, പരിശുദ്ധ കുർബാനയിൽ വിശ്വസിക്കാൻ കർത്താവേ കൃപ തരണമേ, കൃപ തരണമേ, കൃപ തരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. പവർ, പവർ, പവർ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം, ഈശോയെ മഹത്വം. പരിശുദ്ധ മാതാവേ, പരിശുദ്ധ കുർബാനയുടെ അമ്മേ, ദിവ്യകാരുണ്യത്തിന്റെ മാതാവേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. കർത്താവിന്റെ രക്തശരീരങ്ങളിൽ വിശ്വസിക്കുവാൻ, പരിശുദ്ധ കുർബാനയിൽ കെട്ടപ്പെട്ട ജീവിതങ്ങളായി ഞങ്ങളെല്ലാം രൂപപ്പെടുവാൻ അമ്മ മാതാവേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങളും ഞങ്ങൾ സ്വീകരിക്കുവാൻ സർവ്വേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ. ആമേൻ. നമുക്ക് എല്ലാവർക്കും ശാന്തമായിട്ടിരിക്കാം. എൻ്റെ സഹോദരങ്ങളെ,
വലിയ പ്രാർത്ഥനയോടെ നമ്മൾ ദൈവസന്നിധിയിലായിരിക്കണം. വിശ്വാസത്തിൻ്റെ ഒരു വലിയ രഹസ്യം പരിശുദ്ധാത്മ നമ്മളെ പഠിപ്പിക്കുന്ന, പ്രബോധിപ്പിക്കുന്ന കൃപയുടെ ദിനങ്ങളാണിത്. ഏറ്റവും ഒരുക്കത്തോടെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമുക്ക് ഏവർക്കും ആയിരിക്കാം. പരിശുദ്ധ കുർബാനയിലുള്ള ആഴമേറിയ വിശ്വാസം ഇന്ന് അനേകർക്ക് കുറഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്ന നാളുകളാണിത്. വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈ അപ്പക്കഷ്ണം എങ്ങനെ ജീവിക്കുന്ന കർത്താവായിട്ട് മാറും? എങ്ങനെ ഈ ഓസ്തി കഷ്ണം, ഈ അപ്പം എങ്ങനെ കർത്താവിൻ്റെ രക്തശരീരങ്ങളായി രൂപപ്പെടും? നമ്മുടെ കൊച്ചു ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. നമ്മൾ പഠിച്ചു വെച്ച ആശയങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഇത് ശുദ്ധ മണ്ടത്തരമായ നമുക്കൊക്കെ അനേകർക്ക് തോന്നുകയാണ്. ഇന്ന് ഒരുപാട് കുഞ്ഞുങ്ങൾ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിലും അത് യേശുവിൻ്റെ യഥാർത്ഥ രക്തവും ശരീരവുമാണെന്ന് അവർക്ക് ആഴപ്പെട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അനേകം മുതിർന്നവർക്കും നമ്മളിൽ അനേകർക്ക് സംഗതി പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നുണ്ട്, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ട്. എന്നാൽ സഹോദരങ്ങളെ, വേണ്ട ആ ഒരു വിശ്വാസവും ആഴമേറിയ ബോധ്യവും പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള കൃത്യമായ റെവലേഷനും ഇന്ന് ഒത്തിരി പേർക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പല വൈദികർക്ക് പോലും പരിശുദ്ധ കുർബാന പരിക്രമം ചെയ്യുന്നവരാണ്, കർത്താവിൻ്റെ രക്തശരീരങ്ങൾ പങ്കുവെച്ച് നമുക്ക് തരുന്നവരാണ്. അതിൽ പല വൈദികർക്കും തിരുവോസ്തിയിൽ ജീവിക്കുന്ന യേശുവാണെന്നും ഇത് യേശുവിൻ്റെ സജീവമായ സാന്നിധ്യമാണെന്നും പൂർണ്ണമായും വിശ്വസിക്കാൻ പറ്റുന്നില്ല. പല വൈദികരും പോലും സംശയത്തിന് നിഴലിലാണ്. അവർ ക്ലാരിറ്റി കിട്ടുന്നില്ല. ഇതെങ്ങനെ ഈശോയായിട്ട് മാറും? ഈ അപ്പം, ഈ ഗോതമ്പിന്റെ അപ്പം എങ്ങനെ കർത്താവിൻ്റെ ശരീരവും രക്തവുമായി രൂപപ്പെടും? തിയോളജി പഠിച്ചിട്ടുണ്ട്, അനേകം ദൈവശാസ്ത്ര പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്, പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള അനേകം പ്രസംഗങ്ങളും പ്രഘോഷണങ്ങളും കേട്ടിട്ടുണ്ട്. എന്നാൽ സഹോദരങ്ങളെ, ചങ്ക തുറന്ന് ആഴത്തിൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല. നമ്മൾ ശ്രദ്ധിക്കണം. ദൈവമായ കർത്താവ് മോശെ പ്രവാചകനോട് പറഞ്ഞു, മോശേ, നീ എൻ്റെ ജനത്തോട് പറയണം, എൻ്റെ ജനത്തിന്റെ ഇടയിൽ എനിക്ക് വസിക്കുവാനായി അവർ ഒരു വിശുദ്ധ കൂടാരം നിർമ്മിക്കണം. പുറപ്പാട് പുസ്തകം 25:8 നമ്മൾ ആ വചനം വായിച്ചു. ദ ബുക്ക് ഓഫ് എക്സോഡസ് ചാപ്റ്റർ 25 വേഴ്സ് 8. 25:8 എന്താ കണ്ടത്? അവർ എനിക്കൊരു വിശുദ്ധ കൂടാരം സജ്ജമാക്കണം. എന്തിനു വേണ്ടിയാണ്? എൻ്റെ ജനത്തോടു കൂടെ വസിക്കുവാൻ, എൻ്റെ ജനത്തോടു കൂടെ ആയിരിക്കുവാൻ ഒരു വിശുദ്ധ കൂടാരം അവർ സജ്ജമാക്കണം. എന്നാൽ പുതിയ നിയമത്തിലോട്ട് നമ്മൾ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, വെളിപാട് പുസ്തകം 21:3 ദൈവത്തിന്റെ വചനം വെളിപ്പെടുത്തുകയാണ്. എന്താണ് വചനം പ്രഖ്യാപിക്കുന്നത്? സിംഹാസനത്തിൽ നിന്നൊരു വലിയ സ്വരം ഞാൻ കേട്ടു, ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടെ അവിടുന്ന് അവരോടൊത്ത് വസിക്കും, അവരവിടുത്തെ ജനമായിരിക്കും. സഹോദരങ്ങളെ, ആ വചനം എല്ലാവരും ശ്രദ്ധിച്ച്, ദൈവത്തിന്റെ കൂടാരം ഇതാ മനുഷ്യരോടുകൂടെ, തൻ്റെ ജനത്തോടുകൂടെ പരിശുദ്ധ കുർബാനയായി, ദിവ്യകാരുണ്യമായി, സ്നേഹത്തിന്റെ കുദാശയായി യുഗാന്ത്യം വരെ നമ്മോട് കൂടെയായിരിക്കുവാൻ കർത്താവ് പരിശുദ്ധ കുർബാനയായി, ദൈവത്തിന്റെ കൂടാരമായി നമ്മുടെ മധ്യേ വസിച്ച് നമ്മോടൊപ്പം യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ കുർബാനയുടെ ശക്തിയും മഹത്വവും സഹോദരങ്ങളെ നമ്മൾ തിരിച്ചറിയണം. കർത്താവ് നമ്മളെ വിട്ടുപിരിയാതെ നമ്മോട് കൂടെ ആയിരിക്കുവാൻ പരിശുദ്ധ കുർബാനയായി നമ്മുടെ മധ്യേ അവിടുന്ന് സന്നിഹിതനാണ്, നമ്മോടൊപ്പം അവിടുന്ന് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കർത്താവ് പഠിപ്പിച്ചത് യോഹന്നാന്റെ സുവിശേഷം 6:27 യേശു പറഞ്ഞു, എന്താ ഈശോ പഠിപ്പിച്ചത്? നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ
മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ. നിത്യജീവൻ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ. എന്റെ സഹോദരങ്ങളെ, നിത്യജീവന്റെ അനശ്വരമായ അപ്പം എന്ന് പറയുന്നത് പരിശുദ്ധ കുർബാനയാണ്. നമ്മൾ നിത്യം നശിച്ചു പോകാതിരിക്കാൻ കർത്താവ് തന്റെ രക്തശരീരങ്ങൾ നമുക്കായി സമ്മാനിക്കുകയാണ്. നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പരിശുദ്ധ കുർബാനയുടെ ജീവിതങ്ങളായിട്ട് മാറ്റപ്പെടണം. ഇന്ന് എന്തുകൊണ്ടാണ് അനേകരെ പിശാച് പല പാപത്തിൽ വീഴ്ത്തിക്കളയുന്നത്, അനേകം കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നത്? പ്രത്യേകിച്ച് ക്രൈസ്തവ കുടുംബങ്ങൾ ഒരുപാട് തകർച്ചയുടെ നാശത്തിന്റെ വക്കിലാണ്. പല സമർപ്പിതരുടെ സമർപ്പണം നഷ്ടപ്പെട്ടു പോകുന്നു. പല ബഹുമാനപ്പെട്ട വന്യവൈദികരും പൗരോഹിത്യ ശുശ്രൂഷയിൽ ശുഷ്കാന്തി നഷ്ടപ്പെട്ടവരായി തീരുന്നു. എന്റെ സഹോദരങ്ങളെ, ഇതിനെല്ലാം ഒരു പ്രധാന അടിസ്ഥാന കാരണം എന്താ? പരിശുദ്ധ കുർബാനയിലല്ല നമ്മുടെ ജീവിതങ്ങൾ കെട്ടപ്പെട്ടിരിക്കുന്നത്. ശ്രദ്ധിക്കണമേ, പരിശുദ്ധ കുർബാനയിലല്ല നമ്മുടെ ജീവിതങ്ങൾ കെട്ടപ്പെട്ടിരിക്കുന്നത്. ഫുൾട്ടൻ ജംഗ്ഷൻ എന്ന് പറയുന്ന അർത്ഥപ്പെട്ട അമേരിക്കയിൽ ആർച്ച് ബിഷപ്പായിരുന്നു. അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, പരിശുദ്ധ കുർബാനയിൽ നിന്റെ ജീവിതം നീ കെട്ടിയിട്ടുണ്ടെങ്കിൽ ലോകത്തിന്റെ സുഖഭോഗങ്ങൾ അന്വേഷിച്ച് പോകുവാൻ നിന്റെ ജീവിതത്തിന്റെ കയറിന് നീളമുണ്ടാവുകയില്ല. വളരെ പവർഫുള്ളായ ഒരു വാക്കാണിത്. പരിശുദ്ധ കുർബാനയിലാണോ സഹോദര സഹോദരി എന്റെയും നിന്റെയും ജീവിതം കെട്ടിയിരിക്കുന്നത്? നമ്മുടെ ജീവിതത്തിന്റെ കയറ് നമ്മൾ എവിടെയാ കെട്ടിയിരിക്കുന്നത്? ലോകത്തിലാണോ? ലോകമോഹങ്ങളിലാണോ? നൈമിഷികമായ പാപസുഖങ്ങളിലാണോ? മ്ലേച്ഛതകളിലാണോ? ലോകത്തിന്റെ ഇമ്പങ്ങളിലാണോ? നമ്മൾ ശ്രദ്ധിക്കണമേ. സക്രാരിയിൽ, ദിവ്യകാരുണ്യത്തിൽ, പരിശുദ്ധ കുർബാനയിൽ എന്റെയും നിന്റെയും ജീവിതം നാം കെട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു തിന്മയ്ക്കും ഒരു അന്ധകാര ശക്തിക്കും ഒരു ഇരുട്ടിന്റെ വ്യാപാരത്തിനും ഒരു അന്ധകാര പോരിനും എന്നെയും നിന്നെയും തകർക്കുവാനോ നമ്മുടെ കുടുംബങ്ങളെ നശിപ്പിക്കുവാനോ നമ്മുടെ തലമുറകളെ മലിനപ്പെടുത്തുവാനോ നമ്മുടെ സമൂഹങ്ങളെ അഭിഷേകത്തിൽ കെടുത്തി കളയുവാനോ സാധിക്കുകയില്ല. വിശ്വസിക്കുന്ന ശക്തിയോട് ഹല്ലേലൂയ പറഞ്ഞേ. അടുത്തിരിക്കുന്ന വ്യക്തിയോട് സ്നേഹത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞേ, പരിശുദ്ധ കുർബാനയിൽ നിന്റെ ജീവിതം കെട്ടിയിടുക. പറഞ്ഞേ, പരിശുദ്ധ കുർബാനയിൽ കെട്ടണം. പരിശുദ്ധ കുർബാനയിൽ ജീവിതം കെട്ടണം. കുടുംബത്തെ കെട്ടണം. കുഞ്ഞുങ്ങളുടെ ജീവിതത്തെ കെട്ടണം. മാതാപിതാക്കളെ നമ്മൾ ശ്രദ്ധിക്കണം. സഹോദരങ്ങളെ, അതാണ് വചനം പറയുന്നത്. നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുക. വീണ്ടും നമ്മുടെ കർത്താവ് പറയുകയാണ്, യോഹന്നാന്റെ സുവിശേഷം 6:35 എന്താണ് ഈശോ പഠിപ്പിച്ചത്? ഈശോ പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 6:35 വചനത്തിൽ കർത്താവ് പറയാണ്, ഞാനാണ് ജീവന്റെ അപ്പം. എന്റെ അടുത്ത് വരുന്നവനെ ഒരിക്കലും വിശക്കുകയില്ല. ശ്രദ്ധിക്കണമേ, എന്റെ അടുത്ത് വരുന്നവനെ, എന്റെ ശരീരം ഭക്ഷിക്കുന്നവനെ ഒരിക്കലും വിശക്കുകയില്ല. ഈ ലോകത്തിന് നമുക്ക് പല പല വിശപ്പുകളുണ്ട് പ്രിയപ്പെട്ടവരെ. അംഗീകാരത്തോടുള്ള വിശപ്പ്, പണത്തോടുള്ള വിശപ്പ്, ലോകമോഹങ്ങളോടുള്ള വിശപ്പ്, ചിലർക്ക് സെക്സിനോടുള്ള വിശപ്പ്, അധികാരത്തോടുള്ള വിശപ്പ്. നമ്മുടെ വിശപ്പ് എന്തുമാകട്ടെ, കർത്താവ് പറയാണ്, എന്റെ ശരീരം ഭക്ഷിക്കുന്നവനെ ഒരിക്കലും വിശക്കുകയില്ല. എത്ര പേര് വിശ്വസിക്കുന്നു? ഒരു ഹല്ലേലൂയ പറഞ്ഞേ. കർത്താവിന്റെ ശരീരം ആരെല്ലാം വിശ്വസിച്ച് ഭക്ഷിക്കുന്നുവോ അവർക്ക് വിശക്കുകയില്ല എന്ന് കർത്താവിന്റെ വചനം പഠിപ്പിക്കുക. ഇത് വചനമാണ് സഹോദരങ്ങളെ. വീണ്ടും ഈശോ പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവനെ ദാഹിക്കില്ല. ഇത് കർത്താവിന്റെ വാക്കുകളാണ്. ആയതിനാൽ എൻ്റെ സഹോദരങ്ങളെ, ശിഷ്യന്മാര് പ്രാർത്ഥിച്ചതുപോലെ നമുക്കും കർത്താവിന്റെ തിരുമുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കാം. അവരെന്താ പറഞ്ഞത്? ലൂക്കായുടെ സുവിശേഷം 17:5 നാം കാണുന്നുണ്ട്. എന്താണ് അപ്പോസ്തലന്മാര് കർത്താവിനോട് പ്രാർത്ഥിച്ചത്? കർത്താവേ,
ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. അവരെന്താ പ്രാർത്ഥിച്ചേ? കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഒരു സെക്കൻഡ് എല്ലാവരും ഇങ്ങോട്ട് നോക്കിക്കേ. ഇരു കാര്യങ്ങളും നിങ്ങൾ ആയിരിക്കുന്നിടത്തുനിന്ന് തുറന്നു പിടിച്ച് ചങ്ക് തുറന്ന് പ്രാർത്ഥിക്കണം. എന്തിനു വേണ്ടിയാ പ്രാർത്ഥിക്കേണ്ടത്? പരിശുദ്ധ കുർബാനയിലുള്ള ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. സംശയങ്ങളിൽ നിന്ന്, അവിശ്വാസത്തിൽ നിന്ന്, അല്പവിശ്വാസത്തിൽ നിന്ന്, ആശയക്കുഴപ്പങ്ങളിൽ നിന്ന് കർത്താവേ ഞങ്ങളെ വിമോചിപ്പിക്കണമേ. ദിനം തോറും പരിശുദ്ധ കുർബാനയിൽ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചേ, കർത്താവേ. ചങ്ക് പൊട്ടി വിളിച്ചേ, കർത്താവേ. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. വിശ്വാസം വർദ്ധിപ്പിക്കണമേ. പരിശുദ്ധ കുർബാനയിലുള്ള ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ദിവ്യ കാരുണ്യത്തിലുള്ള ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഹല്ലേലൂയ. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. അപ്പോസ്തലന്മാർ പ്രാർത്ഥിക്കുകയാണ് സഹോദരങ്ങളെ. വീണ്ടും മാർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 20-ാം വചനത്തിൽ കർത്താവിന്റെ വചനം എന്താ പറയുന്നത്? അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു. കർത്താവ് അവരോടുകൂടി പ്രവർത്തിക്കും. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം. കർത്താവ് പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തു. അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിച്ചു. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ പരിശുദ്ധ കുർബാനയെക്കുറിച്ച് ദൈവശാസ്ത്ര ചിന്തകളോ ആഴപ്പെട്ട പ്രബോധനങ്ങളോ ഒന്നുമല്ല നമ്മളിവിടെ പ്രഘോഷിക്കുന്നത്. ഏവർക്കും മനസ്സിലാകുന്ന വിധത്തിൽ സഭാ ചരിത്രത്തിൽ ദിവ്യകാരുണ്യത്തിലൂടെ കർത്താവ് പ്രവർത്തിച്ച അത്ഭുതങ്ങൾ, ഈ അത്ഭുതങ്ങളിലൂടെ പരിശുദ്ധ കുർബാന കർത്താവിൻ്റെ ജീവനുള്ള സാന്നിധ്യമാണെന്ന് സ്വർഗം തെളിയിക്കുകയാണ്. ഈ ഒരു വിശ്വാസ കൃപയിൽ നമ്മെല്ലാം വളരുവാനും നമ്മുടെ ജീവിതങ്ങൾ ദിവ്യകാരുണ്യത്തോട് കെട്ടപ്പെട്ട പരിശുദ്ധ കുർബാനയിൽ ബന്ധിതമായ ജീവിതങ്ങളായി മാറ്റപ്പെടുവാനുമാണ് ഷെക്കേന ന്യൂസിലൂടെ മിറക്കിൾസ് ഓഫ് യൂക്രിസ്റ്റ് ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ എന്ന പേരിൽ ഈ ശുശ്രൂഷ സ്വർഗം നമുക്കായി ഒരുക്കിയിരിക്കുന്നത്. ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് പരിശുദ്ധ കുർബാനയെ കുറിച്ചുള്ള ആഴമേറിയ പഠനങ്ങൾ, പ്രബോധനങ്ങൾ ഇതൊന്നുമില്ല. എല്ലാവർക്കും മനസ്സിലാക്കും, കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ മനസ്സിലാകണം. അതുകൊണ്ട് പല ദൃശ്യങ്ങളിലൂടെ, ഇമേജുകളിലൂടെ, ചില വീഡിയോകളിലൂടെ എല്ലാം നമ്മളിത് അവതരിപ്പിക്കുകയാണ്. എന്തിനു വേണ്ടി? എല്ലാവർക്കും മനസ്സിലാകണം. അങ്ങനെ സാത്താൻ പ്രബലപ്പെട്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ കുർബാനയുടെ ജീവിതങ്ങളായി, ദിവ്യകാരുണ്യത്തിന്റെ കുടുംബങ്ങളായി, ദിവ്യകാരുണ്യ സമൂഹങ്ങളായി, പരിശുദ്ധ കുർബാനയുടെ പ്രേക്ഷിതരായി അനുദിനം ഞാനും നിങ്ങൾ കത്തി ജ്വലിക്കുവാൻ കർത്താവിന്റെ മനസ്സ് ആഗ്രഹിക്കുകയാണ്. അതിനായി ശുശ്രൂഷ. ഞാൻ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ച് ഒരുങ്ങുന്ന സമയത്തെല്ലാം ദൈവത്തിന്റെ ആത്മാവിനെ നിർബന്ധിക്കുകയായിരുന്നു. ഈ ഒരു സമയത്ത് ഇപ്രകാരം ഒരു ശുശ്രൂഷ എൻ്റെ ജനത്തിന് വേണ്ടി നൽകുക. എൻ്റെ സഹോദരങ്ങൾ, അതിൻ്റെ വെളിച്ചത്തിലാണ് കർത്താവ് നമുക്കായി ക്രമീകരിച്ചിരിക്കുന്നത്. ഒരു വചനം കൂടി നമുക്ക് ഇതിനുള്ള ബന്ധത്തിൽ കാണാം. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 20-ാം വചനത്തിൽ എന്താണ് നമ്മുടെ കർത്താവ് തൻ്റെ പ്രിയപ്പെട്ടവരെ നോക്കി പറഞ്ഞത്? പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ അവസാന ഭാഗത്തേക്ക് നിങ്ങൾ വന്നേ. യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെയുണ്ടായി. ഇത് നമ്മുടെ കർത്താവിന്റെ മാറ്റമില്ലാത്ത വാഗ്ദാനമാണ്. ശ്രദ്ധിക്കണമേ. യുഗാന്ത്യം വരെ, കാലത്തിന്റെ അവസാനം വരെ എൻ്റെ മക്കളെ കർത്താവ് വിളിക്കുക, എൻ്റെ കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളോട് കൂടെയുണ്ടായിരിക്കും. കാലത്തിന്റെ അവസാനം വരെ, യുഗാന്ത്യം വരെ നമ്മോട് കൂടെ ആയിരിക്കുവാനാണ് കർത്താവ് തൻ്റെ സഭയ്ക്ക് പരിശുദ്ധ കുർബാന എന്നേക്കുമായി സമ്മാനിച്ചത്. ഹല്ലേലൂയ. ദിവ്യകാരുണ്യം നമ്മോടുള്ള കർത്താവിന്റെ വിശ്വസ്തതയാണ്. നമ്മോടുള്ള കർത്താവിന്റെ മാറ്റമില്ലാത്ത സ്നേഹത്തിന്റെ അടയാളമാണ്. സഹോദരങ്ങളെ, നമ്മളിത് തിരിച്ചറിയണം. യുഗാന്ത്യം വരെ, കാലത്തിന്റെ അവസാനം വരെ
ഏത് സാഹചര്യമാവട്ടെ, പ്രതിബന്ധങ്ങളാകട്ടെ, പ്രതികൂലങ്ങളാകട്ടെ, സഹനങ്ങളാകട്ടെ, കൊടിയ ദുരിതങ്ങളാകട്ടെ, ദുഃഖങ്ങളാകട്ടെ, നൊമ്പരങ്ങളാകട്ടെ, എൻ്റെ കുഞ്ഞേ, ഏത് സാഹചര്യത്തിലും നിന്നോട് കൂടെ ആയിരിക്കാൻ എന്നുവരെ, കാലത്തിൻ്റെ അവസാനം വരെ കൂടെ ആയിരിക്കാൻ. അപ്പൊ സഭാ ചരിത്രത്തിൽ 100 കണക്കിന് ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ കർത്താവ് പ്രവർത്തിച്ചിട്ടുണ്ട്. സഭ അംഗീകരിച്ചിട്ടുള്ള ആധികാരികമായ ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ തന്നെ 100 കണക്കിന് അത്ഭുതങ്ങളാണ്. ഇതിൽ പ്രധാനപ്പെട്ട അത്ഭുതങ്ങളിലൂടെയാണ് ഈ 15 ദിനങ്ങളിൽ നമ്മൾ കടന്നു പോകുന്നത്. എൻ്റെ സഹോദരങ്ങളെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം. സഭാ ചരിത്രത്തിൽ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളിൽ കർത്താവ് പ്രവർത്തിച്ച വളരെ പ്രധാനപ്പെട്ട, വളരെ ശ്രേഷ്ഠകരമായ ഒരു ദിവ്യകാരുണ്യ അത്ഭുതമാണ് AD 750. ശ്രദ്ധിക്കണം, AD 750 ഇറ്റലിയിലെ ലാൻസിയാനോ എന്ന സ്ഥലത്ത് വിശുദ്ധ ലോഞ്ചിനോസിന്റെ ദേവാലയത്തിൽ വെച്ച് നടന്ന ആ വലിയ യുക്രിസ്റ്റ് മിറക്കിൾ, ദിവ്യകാരുണ്യ അത്ഭുതം, സഭാ ചരിത്രത്തിൽ എക്കാലത്തെയും പ്രധാനപ്പെട്ട ഒരു ദിവ്യകാരുണ്യ അത്ഭുതമാണ് ലാഞ്ചിനിയോയിലെ വിശുദ്ധ ലോഞ്ചിനിയോസിന്റെ ദേവാലയത്തിൽ, ആശ്രമ ദേവാലയത്തിൽ വെച്ച് നടന്ന ദിവ്യകാരുണ്യ അത്ഭുതം. എന്തായിരുന്നു അതിന്റെ പ്രത്യേകത? നിങ്ങൾ ശ്രദ്ധിക്കണം എൻ്റെ സഹോദരങ്ങളെ. ഈ ആശ്രമ ദേവാലയത്തിൽ ബേസിലിയൻ സന്യാസ സമൂഹത്തിലെ ഒരു വൈദികൻ, അദ്ദേഹം പരിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ദിവ്യബലി അർപ്പിച്ചുകൊണ്ടിരിക്കുക. അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ വല്ലാത്തൊരു സംശയം, ഇത് കർത്താവിന്റെ രക്തശരീരങ്ങൾ തന്നെയാണോ? കൗദാശിക പദങ്ങൾ ഉച്ചരിച്ചു കഴിയുമ്പോൾ ഈ അപ്പം കർത്താവിന്റെ മാംസമായും ഈ വീഞ്ഞ് കർത്താവിന്റെ ജീവനുള്ള രക്തമായും മാറുന്നുണ്ടോ? ഇതിന് മാറ്റം സംഭവിക്കുന്നുണ്ടോ? വല്ലാത്തൊരു സംശയം നാളുകളായി ഇങ്ങനെ അലയടിച്ചു കൊണ്ടിരിക്കുക. അദ്ദേഹം ലോഞ്ചിനിയോസിന്റെ ഈ ദേവാലയത്തിൽ പരിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സംശയം വീണ്ടും മുറുകി വന്നു. എൻ്റെ സഹോദരങ്ങളെ, കുദാശപത്രങ്ങൾ ഉച്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് അങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കർത്താവിന്റെ രക്തശരീരങ്ങളായി മാറുന്ന ആ ദൈവ പ്രവൃത്തിയിൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല, ചങ്കുറപ്പിക്കാൻ പറ്റുന്നില്ല. ആ വൈദികൻ ചഞ്ചലചിത്തനാവുകയാണ്, സംശയാലുവായി മാറുകയാണ്. ഈ കുദാശപത്രം ഉച്ചരിച്ചു കഴിഞ്ഞ ഉടനെ കർത്താവ് വലിയൊരു അത്ഭുതം, ദിവ്യകാരുണ്യ അത്ഭുതം തന്റെ സഭയിൽ, തന്റെ ജനത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണ്. ഹല്ലേലൂയ! സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ! ആ നിമിഷത്തിൽ ആ ഓസ്തി, അപ്പം, സഹോദരങ്ങളെ, കർത്താവിന്റെ ജീവനുള്ള യഥാർത്ഥ മാംസമായിട്ട് മാറി. ജീവനുള്ള മാംസമായിട്ട് മാറുക. വീഞ്ഞ്, കാസയിൽ നിന്ന് വീഞ്ഞിങ്ങനെ അത് രക്തമായി നിറഞ്ഞു പൊന്തുകയാണ്, രക്തമായിട്ട് മാറുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, പരിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുക, ഉദാശപദങ്ങൾ ഉച്ചരിച്ചു കഴിഞ്ഞ ഉടനെയാണ് ഈ അത്ഭുതം കർത്താവ് ചെയ്തത്. ആ ഗോതമ്പപ്പം കർത്താവിന്റെ ജീവനുള്ള യഥാർത്ഥ ശരീരമായും വീഞ്ഞ് കർത്താവിന്റെ ജീവനുള്ള രക്തമായി, നിങ്ങളെ കണ്ടു, അത് കാട്ടുന്ന നിങ്ങൾ നോക്കിക്കേ, രക്തമായിട്ട് മാറുകയാ. ആ വൈദികൻ പൊട്ടി തകർന്നു. അദ്ദേഹം പറഞ്ഞു, ഈശോയെ ഞാൻ വിശ്വസിക്കുന്നു. അവിടെ വെച്ച് സറണ്ടർ ആവുകയാണ്. ഞാൻ വിശ്വസിക്കുന്ന കർത്താവേ, ഞാൻ വിശ്വസിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ! ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ! നമ്മൾ ഇതിന്റെ സയന്റിഫിക്കായി, ശാസ്ത്രപരമായ കാര്യങ്ങളിലേക്ക് കടക്കാൻ പോവുക. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. എൻ്റെ സഹോദരങ്ങളെ, ഇത് വെറുതെ നമ്മളിങ്ങ് വൈകാരികമായി പറയുന്ന ചില പ്രബോധനങ്ങളല്ല, ശാസ്ത്രം തെളിയിച്ചിരിക്കുന്നു. എൻ്റെ സഹോദരങ്ങളെ, ഈ തിരുമാംസം നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ തിരുമാംസം, ഈ അപ്പം കർത്താവിന്റെ മാംസമായി മാറുന്നു. ഈ രക്തം 5 കട്ടകളായിട്ട്, രക്തഗോളങ്ങളായി, കട്ടകളായിട്ട് പല സൈസിൽ അങ്ങ് വേർപിരിയുകയാണ്. 5 കട്ടകളായിട്ട് വേർപിരിയുക. കണ്ടോ? നിങ്ങളത് നോക്കിക്കേ, അത് ഫുൾ സ്ക്രീനിലോട്ടൊന്ന് നോക്കിക്കേ നിങ്ങൾ, അപ്പോൾ കൃത്യം കാണാൻ പറ്റും. കണ്ടോ? ഇതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കാൻ അറിയാനും വേണ്ടിയിട്ട് പറയുന്നത്, ഇതുപോലെ 5
രക്തഗോളങ്ങളായിട്ടത് മാറുകയാണ്. ഇതിന്റെ പ്രത്യേകത 5 സൈസിലാണ്, അല്ല ഒരു സൈസല്ല. എന്നാൽ ഈ 5 രക്ത കട്ടകൾക്കും ഒരേ തൂക്കമാണ്. 15.85 ഗ്രാം ഒരേ തൂക്കമാണ് സഹോദരങ്ങളെ. ഇനി 5 രക്തക്കട്ടകൾ ഒരുമിച്ച് അവർ നോക്കിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ വെയിറ്റ് ഇതുപോലെ തന്നെ ആ 15.85 ഗ്രാമാണ്. അത് വലിയൊരു മിറാക്കിളായിരുന്നു സഹോദരങ്ങളെ. ആ രക്തം 5 ഭാഗങ്ങളായി തിരിയുന്നു. അതിന് ഒരേ വെയിറ്റ്, ഈ 5 കഷങ്ങൾക്ക് ഒരേ വെയിറ്റ് ആണ്. അത് ഒരുമിച്ച് നോക്കിക്കഴിഞ്ഞപ്പോഴും അതിന് സെയിം വെയിറ്റ് ആണ്. ഹല്ലേലൂയ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. 1574 ആർച്ച് ബിഷപ്പ് അന്റാണിയോ ഗാസ്പർ എന്ന് പറയുന്ന ഒരു ആർച്ച് ബിഷപ്പ്, അദ്ദേഹത്തിന് നേതൃത്വത്തിലുള്ള സംഘമാണ് ആദ്യമായി ഈ മാംസരക്തങ്ങളിൽ അതിനെ പഠനവിധേയമാക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണം, 1574 ഈ സംഘം ഇത് പഠിച്ച് പരിശോധിച്ചതിന് ശേഷം അവർ കണ്ടെത്താൻ കഴിഞ്ഞ വലിയൊരു പ്രതിഭാസം ഇതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ 5 രക്തഗോളങ്ങളുടെ വെയിറ്റ് ഒരേ വെയിറ്റ് ആണ്. അത് സാധ്യമല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും 1 മില്ലിമീറ്റർ പോലും വ്യത്യാസമില്ലാതെ സെയിം വെയിറ്റ് ആണ്. ഈ 5 രക്തഗോളങ്ങൾ ഒരുമിച്ചെടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോഴും അതിന് സെയിം വെയിറ്റ് ആണ്. അതൊരു അത്ഭുത പ്രതിഭാസമായി ആ സംഘം കണ്ടെത്തുകയാണ്. അതിനുശേഷം 1970 പോൾ 6 മാർപ്പാപ്പ ഒരു വിദഗ്ധ സംഘത്തെ അപ്പോയിന്റ് ചെയ്യുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, വേറെ ഈ ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ചുമ്മാ ഒരു കുട്ടിക്കഥയല്ല, മുത്തശ്ശ കഥകളല്ല പ്രിയപ്പെട്ടവരെ. സയന്റിഫിക്കായി തെളിയിക്കപ്പെട്ട സംഭവങ്ങളാണ്. ഒരു യുക്തിവാദിക്കും ഒരു നിരീശ്വരവാദിക്കും ഒരു എത്തീസ്റ്റിനും ഇത് നിഷേധിക്കാൻ പറ്റത്തില്ല. സഭാ ചരിത്രത്തിൽ കർത്താവായ ഈശോ ദിവ്യകാരുണ്യത്തിലൂടെ പ്രവർത്തിച്ച മാറ്റമില്ലാത്ത, നിഷേധിക്കാൻ കഴിയാത്ത അത്ഭുത സത്യങ്ങളാണിത്. ഹല്ലേലൂയ. പോൾ 6 മാർപ്പാപ്പ ഒരു വിദഗ്ധ, ഒരു വലിയൊരു ഡോക്ടേഴ്സിന്റെ ഒരു മെഡിക്കൽ ടീമിനെ അതിനുവേണ്ടി അപ്പോയിന്റ് ചെയ്യാണ്. അതിൽ പ്രധാനിയായിരുന്നു ആരിസോ ആശുപത്രിയുടെ മുൻ മേധാവിയായിരുന്ന അനാറ്റമി, ഹിസ്റ്റോളജി, അതുപോലെ തന്നെ കെമിസ്ട്രി, മൈക്രോസ്കോപ്പി, ഇതിനെയൊക്കെ വലിയ പ്രൊഫസറായിരുന്ന ഡോക്ടർ ഓഡ്വേർഡ് ലിനോണി എന്ന അദ്ദേഹത്തിന്റെ പേര്. നിങ്ങൾ ശ്രദ്ധിക്കണം, മഹാമിടുക്കനാണ് അദ്ദേഹം, അതിബുദ്ധിമാനായ, ഇത്രയും കാര്യങ്ങളിൽ ഡോക്ടറേറ്റുള്ള, വിദഗ്ധനായിട്ടുള്ള, അനാറ്റമിയിലും ഹിസ്റ്റോളജിയിലും മൈക്രോസ്കോപ്പിയിലൊക്കെ ഡോക്ടറേറ്റുള്ള നല്ല ബുദ്ധിമാനായ ഒരു വലിയ ഹോസ്പിറ്റൽ മുൻ മേധാവിയായിരുന്ന ഡോക്ടർ ഓഡ്വേർഡ് ലിനോണി. ഇദ്ദേഹം അതുപോലെ തന്നെ സിയന്ന സർവ യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടറായിരുന്ന ഡോക്ടർ, നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത് റുചേറോ ബെർട്ടിലിയാണ്. ഡോക്ടർ ബെർട്ടിലി. ഈ പേരുകളൊക്കെ പറയുന്നത് എന്തിനാണെന്നറിയോ? യുവജനങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും ബോധ്യപ്പെടാൻ വേണ്ടിയിട്ട്. അവർ എവിഡൻസ് ആണ് ചോദിക്കുന്നത്. ഇത് സത്യമാണെങ്കിൽ എവിഡൻസ് ഏതാ? എൻ്റെ മക്കളെ, ഇതിൽ എവിഡൻസ് ഉണ്ട്. ഇത് കെട്ടുകഥകളല്ല. നമ്മൾ വിശ്വസിക്കാണ് കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യുന്നത്. ഡോക്ടർ ബെർട്ടിലി, അദ്ദേഹവും ടീമും വിദഗ്ധ ടീമാണ്. ഇവരിത് പഠിക്കുകയാണ്. ഇത് പഠിച്ചു കഴിഞ്ഞപ്പോൾ വിശദമായിട്ട് ഇവര് പഠിച്ചു. ആഴമേറി വലിയ ടീമാണ് ഇവര്. ഇതെല്ലാം കൃത്യമായി അരിച്ച് പരിശോധിച്ച് പഠനവിധേയമാക്കി. 1971 മാർച്ച് 4 ഇവർ ഈ പഠനത്തിന്റെ റിപ്പോർട്ട് സമർപ്പിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ പഠന റിപ്പോർട്ടിൽ ഇവര് കണ്ടെത്തിയ കാര്യങ്ങൾ എന്താണെന്നറിയോ? ശ്രദ്ധിക്കണമേ, ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത വിധം, ആർക്കും തള്ളിക്കളയാൻ പറ്റാത്ത വിധം അത്ര വലിയ ശാസ്ത്ര സത്യങ്ങളാണ് ഈ പരിശോധനയുടെ ഫലമായി, ഈ റിസർച്ചുകളിലൂടെ ഇവർ കണ്ടെത്തിയ സത്യം. ഡോക്ടർ ലിനോണി, ഡോക്ടർ ബെർട്ടിലിയും ആ ടീം റിസർച്ച് നടത്തി അവർ കണ്ടെത്തിയ ആ റിസൾട്ട്, ആ പരിശോധനയുടെ ഫലങ്ങള് നിങ്ങളെ ഒന്ന് കാണിക്കാൻ പോവാണ്. കുറച്ച് കാര്യങ്ങളുണ്ട്, അത് സ്ക്രീനിൽ ഡിസ്പ്ലേ വരും. നിങ്ങൾ എല്ലാവരും നോക്കണം, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളും യുവജനങ്ങളും ഒക്കെ ശ്രദ്ധിക്കണം.
നമ്മളിങ്ങനെ ഓൺലൈനിൽ മാത്രം കുർബാന അർപ്പിച്ചു പോകരുത്. എൻ്റെ സഹോദരങ്ങളെ, ദിനംതോറും കർത്താവിൻ്റെ രക്തശരീരം ഉൾക്കൊണ്ടുകൊണ്ട് കർത്താവിൻ്റെ ജീവന്റെ അമൂല്യ ശക്തി, കർത്താവിൻ്റെ ശരീരത്തിൻ്റെ രക്തത്തിൻ്റെ അനന്ത ശക്തി സ്വന്തമാക്കി ഈ ലോകത്തിൽ വിശ്വാസ ജീവിതം നയിക്കണം. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നാമത്തെ കാര്യം, അത് നമുക്ക് ഫുൾ സ്ക്രീനിലോട്ട് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? മാംസവും രക്തവും യഥാർത്ഥ മനുഷ്യ മാംസരക്തങ്ങൾ തന്നെയാണെന്ന് അവർ കണ്ടെത്തുകയാണ്. അവിടെ രൂപാന്തരപ്പെട്ട മാംസവും രക്തവും യഥാർത്ഥത്തിൽ മനുഷ്യന്റെ മാംസരക്തങ്ങൾ തന്നെയാണെന്ന് അവർ കണ്ടെത്തുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞില്ലേ യോഹന്നാന്റെ സുവിശേഷം 6:51 എന്താ ഈശോ പറഞ്ഞത്? ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എന്റെ ശരീരമാണ്. ലോകത്തിന്റെ ജീവന് വേണ്ടി. എന്റെ സഹോദരങ്ങളെ, നമ്മുടെ കുടുംബങ്ങളുടെ ജീവന് വേണ്ടി, നമ്മുടെ സമൂഹങ്ങളുടെ ജീവന് വേണ്ടി, അഭിഷേകത്തിന് വേണ്ടി, എന്റെയും നിങ്ങളുടെയും ജീവന് വേണ്ടി, നിത്യജീവന് വേണ്ടി, ഈ ലോകത്തിൽ കൃപയോടെ ജീവിക്കാൻ വേണ്ടി കർത്താവ് നൽകുന്ന അപ്പം, അത് കർത്താവിൻ്റെ ജീവനുള്ള ശരീരമാണ്. അവർ പ്രൂവ് ചെയ്തു ഇത് യഥാർത്ഥത്തിൽ മനുഷ്യന്റെ മാംസരക്തങ്ങളാണ്. രണ്ടാമത് അവരെന്താ കണ്ടെത്തിയെന്നറിയോ? അവർ കണ്ടെത്തുന്ന കാര്യം ഇതാണ്: മാംസം ഹൃദയ മാംസരക്ത പേശികളുടേതാണ്. എന്നാൽ ഹൃദയത്തിന്റെ മാംസപേശികളുടേതായ രക്തമാണ് അവർ കണ്ടെത്തിയത്. ആ ഹൃദയ പേശികളിൽ മയോകാർഡിയം, മെഡിക്കൽ ഡോക്ടേഴ്സ് ഇതിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ, നേഴ്സുമാർ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ, മെഡിക്കൽ സ്റ്റുഡൻസ് പങ്കെടുക്കുന്നുണ്ടെങ്കിൽ, മെഡിക്കൽ പരമായ ബന്ധങ്ങളോട് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഹൃദയപേശികളിലെ മയോകാർഡിയം, എൻഡോകാർഡിയം എന്നിവ വ്യക്തമാണെന്ന് അവർ കണ്ടെത്തുകയാണ്. ഒരു മനുഷ്യ ഹൃദയത്തിൻ്റെ അതിനാവശ്യമായിട്ടുള്ള ഈ സംവിധാനങ്ങളിലെ കാര്യങ്ങളെല്ലാം ആ മാംസരക്തത്തിൽ അവർ കണ്ടെത്തുകയാണ്. ഇത് കൃത്യമായി ശരിയായിട്ടുള്ളൊരു മനുഷ്യന്റെ മാംസരക്തമാണെന്ന് അവർ പ്രൂവ് ചെയ്യുക. വെറുതെ പ്രൂവ് ചെയ്യല്ല, ആധികാരികമായി സയന്റിഫിക്കായി അവർ പ്രൂവ് ചെയ്യുകയാണ്. മൂന്നാമത് അവർ കണ്ടെത്തിയ കാര്യം എന്താണെന്നറിയോ സഹോദരങ്ങളെ? മൂന്നാമത് കണ്ടെത്തിയത് ക്ലോറൈഡ്, ഫോസ്ഫറസ്, മാഗ്നീഷ്യം, പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം എന്നീ ധാതുക്കൾ അടങ്ങിയതാണ് ഈ രക്തം. കർത്താവിന്റെ രക്തത്തിൽ, ആന്റണിയോയിൽ നടന്ന ഈ ദിവ്യകാരുണ്യ അത്ഭുതത്തിൽ എൻ്റെ സഹോദരങ്ങളെ, ഒരു മനുഷ്യ രക്തത്തിൽ ഇങ്ങോട്ട് നോക്കിയേ, ഒരു മനുഷ്യ രക്തത്തിൽ ആവശ്യമായി അടങ്ങിയിരിക്കുന്ന എല്ലാ ധാതുക്കളും, എല്ലാ എലമെന്റുകളും ആ രക്തത്തിൽ അവർക്ക് കാണാൻ കഴിഞ്ഞു. അവരത് പ്രൂവ് ചെയ്യുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് യേശു പറഞ്ഞേ, എന്റെ രക്തം പാനം ചെയ്തവനെ ദാഹിക്കുകയില്ല, ദാഹിക്കുകയില്ല. സഹോദര സഹോദരി, എന്റെയും നിന്റെയും ദാഹം എന്തുമാവട്ടെ, ആ ദാഹങ്ങളെ ശമിപ്പിക്കാൻ യേശുവിന്റെ രക്തത്തിന് കഴിയും. പവർ, പവർ, പവർ. സ്തുതിക്കുന്നു. എല്ലാ എലമെന്റുകളും വരികയാണ്, എല്ലാ എലമെന്റുകളും വരികയാണ്. നാലാമതായി അവർ കണ്ടെത്തിയത് ഈ രക്ത സാമ്പിളുകളൊക്കെ അവർ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ടൂറിനിലെ തിരുക്കച്ചിൽ കണ്ടെത്തിയ AB പോസിറ്റീവ് രക്തഗ്രൂപ്പ് തന്നെയാണ് ഈ മാംസത്തിൽ രക്തത്തിലുമുള്ളത്. ശ്രദ്ധിക്കുക, കർത്താവിന്റെ ബ്ലഡ് ഗ്രൂപ്പ് AB പോസിറ്റീവ് ആണ്. AB പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പാണ് കണ്ടെത്തിയത്. ഇന്ന് സഭാ ചരിത്രത്തിൽ സംഭവിച്ചിട്ടുള്ള എല്ലാ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളും അത് പരിശോധിച്ച് കഴിയുമ്പോൾ ആ രക്ത മാംസങ്ങൾക്ക്, എൻ്റെ സഹോദരങ്ങളെ, ഒരേ ബ്ലഡ് ഗ്രൂപ്പ് AB പോസിറ്റീവ്. എവിടെയും അത് പരിശോധിച്ച് കഴിയുമ്പോൾ AB പോസിറ്റീവാണ്. ഒന്നിൽ AB പോസിറ്റീവ്, അടുത്തതിൽ B പോസിറ്റീവ്, പിന്നത്തേൽ O നെഗറ്റീവ്, പിന്നത്തേൽ B പോസിറ്റീവ് അല്ലെങ്കിൽ A പോസിറ്റീവ്. ഇങ്ങനെയല്ല. എവിടെയെല്ലാം ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ അതെല്ലാം പഠനവിധേയമാക്കി, അതെല്ലാം സയന്റിഫിക്കായി പരിശോധനയ്ക്ക് വിധേയമാക്കി കഴിയുമ്പോൾ അവർ കണ്ടെത്തുന്ന കാര്യം എന്താണെന്നറിയോ?
അത് AB പോസിറ്റീവ് ഗ്രൂപ്പിലുള്ളതാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ് പ്രിയപ്പെട്ടവരെ. വാഗ്ദാനങ്ങൾ വിശ്വസ്തനാണ്. ഇതെന്റെ ശരീരമാണെന്ന് പറഞ്ഞാൽ അത് ശരീരം തന്നെയാണ്. അത് വെറും അപ്പമല്ല, അത് വെറും ഓസി കഷ്ണമല്ല, അത് ജീവിക്കുന്ന കർത്താവിന്റെ ജീവനുള്ള ശരീരമാണ്. വിശ്വസിക്കുന്ന ഒരു 3 ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഓ സ്തുതിക്കുന്നു. ഓ ശക്തമായൊരു അനോയിന്റിംഗ് വ്യാപരിക്കുക. ആവശ്യക്കാര് പ്രാപിച്ചോ. കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. കർത്താവേ, സ്തുതിക്കുന്നു. വീണ്ടും അവർ കണ്ടെത്തുക. നമുക്ക് പെട്ടെന്ന് പോകാം. വീണ്ടും അവർ കണ്ടെത്തി. എന്താ കണ്ടെത്തിയത്? മധ്യപൂർവ്വ ദേശത്തെ ജനങ്ങളുടെ സവിശേഷതകളുമായി സാമ്യമുള്ളതാണ് രക്തസാമ്പിള്. കർത്താവ് ജനിച്ചതും ജീവിച്ചത് യൂറോപ്പിലല്ല, അമേരിക്കൻ ഭൂഖണ്ഡത്തിലല്ല. നമുക്കറിയാം മധ്യപൂർവേഷ്യയിലാണ്. ജെറുസലേം, ഇസ്രായേൽ എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റിന്റെ പ്രതലമാണ്. മധ്യപൂർവേഷ്യയിൽ, ഈ മധ്യപൂർവേഷ്യയിൽ കാണുന്ന വ്യക്തികളുടെ രക്തത്തോട് സാമ്യമുള്ള അതേ രക്തം തന്നെയാണ്. അവര് അത് കണ്ടെത്തുകയാണ്. വീണ്ടും അവര് പരിശോധനയ്ക്ക് ശേഷം കണ്ടെത്തിയ മറ്റൊരു കാര്യം എന്താണെന്നറിയോ? ജീവനുള്ള മനുഷ്യ രക്തത്തിൽ കാണുന്ന പ്രോട്ടീനുകളുടെ അനുപാതം തന്നെയാണ് രക്തത്തിലുള്ളത്. ജീവനുള്ള മനുഷ്യ രക്തത്തിൽ കാണുന്ന പ്രോട്ടീനുകളുടെ കൃത്യം അനുപാതം കൃത്യമായ രക്തത്തിലുണ്ട്. വീണ്ടും ഈ മെഡിക്കൽ ടീം പ്രൂവ് ചെയ്ത മറ്റൊരു കാര്യം എന്താണെന്നറിയോ? മറ്റൊരു കാര്യം ഇതാണ്: അമിതമായി ഉപ്പിന്റെയോ കേടുകൂടാതെ സൂക്ഷിക്കുക. ഇതാണ് ഡോക്ടർ ലിയോണി. ആ സൈഡിൽ കാണുന്ന ആ ഫോട്ടോ, അത് ഡോക്ടർ ലിലോണിയാണ്. വലിയ ഒരു മെഡിക്കൽ പ്രൊഫസറാണ് അദ്ദേഹം. ഉപ്പിൻ്റെയോ കേടുകൂടാതെ സൂക്ഷിക്കുന്നതിന് ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ സാന്നിധ്യം അത് ആർട്ടിഫിഷ്യൽ അല്ല. കേടുകൂടാതെ സൂക്ഷിക്കാൻ ഒരു കാര്യത്തിൽ ചേർത്തിട്ടില്ല. കണ്ടെത്താൻ അവർക്ക് സാധിച്ചില്ല. അവസാനമായി അവർ കണ്ടത് രക്തധമനികളും വേഗസ് നെർവിന്റെ ശാഖയും ഈ ഹൃദയപേശികളിലുണ്ട്. ഹാർട്ടിന്റെ ഹൃദയപേശികളിലുണ്ട്. നമുക്കറിയാം ബ്രെയിനിൽ നിന്ന് വരുന്ന 12ഓളം നെർവുകളുടെ ബ്രാഞ്ചസ് ഉണ്ട്. അതിൽ ഒരു ബ്രാഞ്ചാണ് ഈ വേഗസ് നെർവ്. അത് നമുക്ക് പറയപ്പെടുന്നത്, ഞാനൊരു മെഡിക്കൽ ഡോക്ടറല്ല, എനിക്കതിനെക്കുറിച്ചൊന്നും വലിയ പിടിപാടില്ല. പക്ഷേ നമ്മളത് സെർച്ച് ചെയ്യുമ്പോൾ പഠിക്കുമ്പോഴൊക്കെ അല്പസ്വല്പമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ നെർവാണ് ഹാർട്ട് റേറ്റ്, ഹാർട്ടിന് പൾസ് റേറ്റ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. എൻ്റെ സഹോദരങ്ങളെ, ഈ നെർവിൻ്റെ ബ്രാഞ്ച് ശാഖ അവർ കണ്ടെത്തുകയാണ്. ആ ഹൃദയ മാംസപേശികളിൽ കൃത്യമായിട്ട് അവരത് കണ്ടെത്തി. അവർ പ്രൂവ് ചെയ്തു. അവർക്ക് മനസ്സിലായി ഇതൊരു മനുഷ്യൻ്റെ ഹൃദയപേശികളാണ്. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന്റെ ഹൃദയപേശികളാണ് ഈ മാംസത്തിൽ അടങ്ങിയിരിക്കുന്നത്. ഈ മാംസക്കട്ടയിൽ അടങ്ങിയിരിക്കുന്നത് ഒരു മനുഷ്യന്റെ യഥാർത്ഥമായ ഹൃദയപേശികളാണ്. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. അവരത് പ്രൂവ് ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ. അവരത് പ്രൂവ് ചെയ്യുകയാണ്. നമ്മളിത് മനസ്സിലാക്കണം. ഇതുകൊണ്ട് തീർന്നില്ല. ഈ പരിശോധനയ്ക്ക് ശേഷം ലോകത്തിൽ വലിയ ചലനങ്ങളുണ്ടായി. 1973 ലോകാരോഗ്യ സംഘടന WHO, നമുക്ക് ഈ കോവിഡ് ഒക്കെ വന്നതിന് ശേഷം WHO എല്ലാവർക്കും എല്ലാവർക്കും അറിയാത്തതായിട്ടില്ല. കൊച്ചു കുട്ടികൾക്ക് വരെ ലോകാരോഗ്യ സംഘടനയെ കുറിച്ച് അറിയാം. WHO ഒരു ചീഫ് അഡ്വൈസറി ബോർഡ് നിയോഗിക്കുകയാണ്. ഒരു ചീഫ് അഡ്വൈസറി ബോർഡ് നിയോഗിച്ചൊരു സയന്റിഫിക് കമ്മീഷൻ വീണ്ടും ഈ മാംസരക്തങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ്. 15 മാസം, ഏകദേശം 1.5 മാസം എടുത്ത് 500-ലേറെ വിവിധങ്ങളായ പരിശോധനകൾ ഈ മാംസരക്തത്തിൽ അവർ നടത്തുകയാണ്. ശ്രദ്ധിക്കണമേ, ഇത് തമാശയല്ല. എൻ്റെ സഹോദരങ്ങളെ, പരിശുദ്ധ കുർബാനയിലേക്ക് ഞാനും നിങ്ങളും കടന്നു വരുമ്പോൾ ഓരോ ദിവസവും കർത്താവിന്റെ രക്തശരീരങ്ങൾ സ്വീകരിക്കുമ്പോൾ ആഴമേറിയ വിശ്വാസത്തോടെ, ഉറപ്പുള്ള ബോധ്യത്തോടു കൂടി ആയിരിക്കണം നമ്മുടെ കർത്താവിന്റെ ജീവനുള്ള ശരീരവും രക്തവും ഇനി ഭക്ഷിക്കുവാനും പാനം ചെയ്യുവാനും. ഈ പരിശോധനകൾക്ക് ശേഷം അവരെന്താണ് പറഞ്ഞതെന്നറിയോ?
അവർ റിപ്പോർട്ട് തയ്യാറാക്കി. അവർ പറഞ്ഞ കാര്യങ്ങൾ ഇതാണ്, നിങ്ങൾ ശ്രദ്ധിക്കുക. എന്താണ് പറഞ്ഞത്? പ്രൊഫസർ ലിയോണിയുടെ പഠനങ്ങളല്ല സത്യമെന്ന് സ്ഥിരീകരിച്ചു. മാംസം ജീവനുള്ള കോശങ്ങൾ അടങ്ങിയതാണെന്നും ജീവനുള്ള പ്രതികരിക്കുന്ന പോലെ തന്നെ അവ എല്ലാ വൈദ്യ പരീക്ഷണങ്ങളോടും കൂടെ വളരെ വേഗത്തിൽ പ്രതികരിക്കുന്നുവെന്ന് കമ്മീഷൻ പ്രഖ്യാപിക്കുകയാണ്. നിങ്ങൾ ചിന്തിക്കണം. ഇപ്പൊ നമ്മുടെ മാംസരക്തങ്ങളൊക്കെ അത് പല ടെസ്റ്റുകൾക്കും അതുപോലെ തന്നെ മരുന്നുകൾക്കൊക്കെ വിധേയപ്പെടുന്നത് പോലെ, അത് അതിനോട് ആക്റ്റീവ് ആവുന്നത് പോലെ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. AD 750 നടന്ന സംഭവമാണ്. നൂറ്റാണ്ടുകൾ കഴിഞ്ഞു, ഏകദേശം 1200 പരം വർഷങ്ങൾ കഴിഞ്ഞു. എന്നിട്ടും ആ മാംസരക്തങ്ങൾ ഇപ്പോഴും ആക്റ്റീവാണ്. അത് പ്രതികരിക്കുന്നു, അത് മരുന്നുകളോട് പ്രതികരിക്കുന്നു, പരിശോധനയോട് പ്രതികരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം പ്രിയപ്പെട്ടവരെ? ഇന്നും ലൈവായി ജീവനോടെ ജീവിക്കുന്ന കർത്താവിന്റെ രക്തശരീരമായി ഇന്നും അത് നിലകൊള്ളുകയാണ്. ശ്രദ്ധിക്കുന്നു. ഈശോയെ, കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്തേ. ശ്രദ്ധിക്കുന്നു. എല്ലാവരും ചങ്ക് തുറന്ന് പറഞ്ഞേ, കർത്താവേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, പരിശുദ്ധ കുർബാനയിലുള്ള ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. വീണ്ടും 1976 ഡിസംബറിൽ WHO റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു. ആ പ്രസിദ്ധീകരണത്തില് WHO കണ്ടോ, പ്രസിദ്ധീകരണമാണ് കണ്ടോ, അത് സീലൊക്കെ കണ്ടു. ചുമ്മാ പറയാം, WHO അംഗീകരിച്ച അവര് ഡിക്ലെയർ ചെയ്ത മിറാക്കിളാണ് ലാൻചുനിയോയിലെ ദിവ്യകാരുണ്യ അത്ഭുതം. എന്റെ സഹോദരങ്ങളെ, ഇനി എന്തിനാ സംശയിക്കണേ? നീ എന്തിനാ ഹൃദയം കഠിനമാക്കിയിരിക്കുന്നത്? ഇനി എന്തിനാ അവിശ്വാസം? WHO പ്രൂവ് ചെയ്യുകയാണ്, സയന്റിഫിക് ആയിട്ട് തെളിയിക്കുകയാണ്, അതൊരു മനുഷ്യന്റെ യഥാർത്ഥ മാംസവും രക്തവും തന്നെയാണെന്ന്. ഹല്ലേലൂയ. 1951 വീണ്ടും ഡോക്ടർ റൂജറോ ബെറ്റലിയുടെ നേതൃത്വത്തിൽ വീണ്ടും ഒരു ടീമും കൂടി പരിശോധിച്ചിട്ട് അവർ കണ്ടെത്തിയ സത്യം എന്താണെന്നറിയോ? 12 നൂറ്റാണ്ടിലേറെ കഴിഞ്ഞിട്ടും, നിങ്ങൾ സ്ഥിരീകരിച്ച് മനസ്സിലാക്കണം, മാറി വന്ന പ്രകൃതിയിലെ വ്യതിയാനങ്ങള്, അന്തരീക്ഷത്തിലെ മാറ്റങ്ങൾ, ജൈവപരമായ മാറ്റങ്ങള് 12 നൂറ്റാണ്ട് കഴിഞ്ഞു. 1200 പരം വർഷങ്ങളായി എന്തോരം ജൈവമാറ്റങ്ങൾ ഈ പ്രകൃതിയിലുണ്ടായി. ഈ മാറ്റങ്ങളെല്ലാം തരണം ചെയ്തുകൊണ്ട് ഇന്നും സജീവമായി ലാൻചിനിയോയിൽ വെളിപ്പെട്ട ഈ അത്ഭുതം മാംസരക്തവുമായി ഇന്നും മാറ്റമില്ലാതെ അത്ഭുതമായി ഇന്നും അത് ജീവിക്കുകയാണെന്ന് അവരെ രേഖപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 1175 വരെ ബെസിലിയൻ സന്യാസികളാണ് ഇത് സൂക്ഷിച്ചത്. 1252 ബെനഡിക്റ്റൻ സന്യാസികൾ അത് ഏറ്റെടുത്തു. എന്നാൽ 1258 ഫ്രാൻസിസ്കൻ സഭ അവരേറ്റെടുത്ത് അവിടെ ഒരു ഫ്രാൻസിസ്കൻ ദേവാലയമൊക്കെ ഫ്രാൻസിസിന്റെ നാമത്തിൽ ദേവാലയമൊക്കെ സ്ഥാപിച്ചു. നിങ്ങളതൊന്ന് കണ്ട് ആ സ്ക്രീനിൽ നിങ്ങൾ നോക്കിക്കേ പ്രിയപ്പെട്ടവരെ. ആ രക്തശരീരം അടങ്ങിയിട്ടുള്ള അവിശുദ്ധ പേടകം നിങ്ങൾ നോക്കിക്കേ. അതൊന്ന് കൃത്യതയോടുകൂടി നോക്കിക്കേ. ആ നാളുകളിൽ AD 700 കണ്ടു, ആ പേടകം കണ്ടു. അതൊന്ന് കൃത്യമായി എല്ലാവർക്കും കണ്ടു, ആ പേടകം കണ്ടു. എന്റെ സഹോദരങ്ങളെ, ഇന്നും 12 നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഇന്നും ജീവനോടെ കർത്താവിന്റെ മാംസരക്തങ്ങൾ ഇരിക്കുകയാണ്. ഹല്ലേലൂയ പറഞ്ഞേ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഇടതും വലതും വിധിക്കുന്ന വ്യക്തികൾ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞേ, പരിശുദ്ധ കുർബാന കർത്താവിന്റെ ശരീരവും രക്തവും തന്നെയാണ്. പറഞ്ഞേ, പരിശുദ്ധ കുർബാന കർത്താവിന്റെ ശരീരവും രക്തവും തന്നെയാണ്. ഉറപ്പോടെ പറഞ്ഞ പരിശുദ്ധ കുർബാന ദിവ്യകാരുണ്യം കർത്താവിന്റെ ശരീരവും രക്തവും തന്നെയാണ്. രക്തവും തന്നെയാണ്. വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ.
ഒരു സെക്കൻഡ് എഴുന്നേറ്റ് നിന്ന്, എല്ലാവരും എഴുന്നേറ്റ് നിന്ന്, കർത്താവെ ഞങ്ങളെ വിശ്വാസം വർദ്ധിപ്പിക്കണം. എല്ലാവരും കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് എല്ലാവരും എഴുന്നേറ്റ് നിന്ന്, പറ്റുന്നവർക്ക് എഴുന്നേറ്റ് നിന്ന് ഒന്ന് കരങ്ങൾ തുറന്ന് പിടിച്ച് നിങ്ങൾ ഉച്ചത്തിലൊന്ന് പ്രാർത്ഥിച്ച്, കർത്താവെ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. കർത്താവേ ഞങ്ങളുടെ വിശ്വാസം ഒരാളും ഒരുമിച്ച് പ്രാർത്ഥിച്ച, കർത്താവേ പരിശുദ്ധ കുർബാനയിലുള്ള ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ദിവ്യ കാരുണ്യത്തിൽ യേശു ഇന്നും ജീവിക്കുന്നു. തിരുവോസിൽ യേശു ഇന്നും ജീവിക്കുന്നു. പരിശുദ്ധ കുർബാനയിലൂടെ തന്റെ സഭയിൽ യേശു ഇന്നും ജീവിക്കുന്നു. കാലത്തിന്റെ അവസാനം വരെ, യുഗാന്ത്യം വരെ നമ്മോട് കൂടെ ആയിരിക്കാൻ പരിശുദ്ധ കുർബാനയായി യേശു ഇന്നും ജീവിക്കുന്നു. കരമുയർത്തി സ്തുതിക്കുന്നു ഈശോയെ. ക്രമൊഴുകട്ടെ, അഭിഷേകം ഒഴുകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഉറപ്പോടെ വിശ്വാസത്തോടെ ഈ വരികളൊന്ന് ചേർന്ന് പാടാം. ആമേൻ. യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു, തിരുവോസ്തിയിൽ ജീവിക്കുന്നു. യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു, തിരുവോസ്തിയിൽ ജീവിക്കുന്നു. യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു, തിരുവോസ്തിയിൽ ജീവിക്കുന്നു. പരിശുദ്ധ കുർബാനയായി ജീവിക്കുന്നു. യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു, തിരുവോസ്തിയിൽ ജീവിക്കുന്നു. തന്റെ നാമത്തിൽ ഒന്നിച്ചു ചേരുന്ന മധ്യത്തിൽ ഐക്യം പകർന്നിടുവാൻ ഈശോയെ ചേരുന്ന മധ്യത്തിൽ കരങ്ങൾ ഉയർത്തിയടിച്ചു തുള്ളിച്ചാടി. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് വലിയ ആനന്ദത്തോടെ ഈശോയെ ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഇരുകരമുയർത്തി 3 പ്രാവശ്യം പറഞ്ഞേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. പരിശുദ്ധ കുർബാനയിലുള്ള ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ഒരു 10 മിനിറ്റ് സമയം കൂടി തീരുന്നത് നമ്മൾ മറ്റൊരു ദിവ്യകാരുടെ അത്ഭുതം കൂടി കണ്ട് നമ്മൾ കർത്താവിനെ മഹത്വപ്പെടുത്താൻ പോവാണ്. നമ്മുടെ വിശ്വാസം വർദ്ധിക്കണം. നമ്മുടെ ജീവിതങ്ങൾ പരിശുദ്ധ കുർബാനയോട് കെട്ടപ്പെട്ട ജീവിതങ്ങളാകണം. ഒരു ദിവസം പോലും അലസരാകരുത്, ഒരു ദിവസം പോലും മാറ്റിവെക്കരുത്, ഒരു ദിവസം പോലും നമ്മൾ അനാവശ്യമായി കളയരുത്. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ജീവന് വേണ്ടി, നമ്മുടെ അഭിഷേകത്തിന് വേണ്ടി, നമ്മൾ കൃപയിൽ ജീവിക്കുവാൻ വേണ്ടി, നമുക്ക് നിത്യജീവൻ ലഭിക്കാൻ വേണ്ടി ഈശോ തന്ന ജീവന്റെ അപ്പമാണ് കർത്താവിൻ്റെ ശരീരവും രക്തവും. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. രണ്ടാമത്തെ നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന മറ്റൊരു അത്ഭുതം, അത് 1239 സ്പെയിനിൽ വെച്ച് നടന്ന ഒരു ദിവ്യകാരുണ്യ അത്ഭുതമാണ്. 1239 ഒരു യുദ്ധമുഖത്ത് വെച്ചാണ് അത്ഭുതം നടക്കുന്നത്. ഡറാക്കോ, സ്പെയിനിലെ ഡറാക്കോ എന്ന് പറയുന്ന സ്ഥലമാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം എൻ്റെ പ്രിയപ്പെട്ടവർ, അതിന്റെ പശ്ചാത്തലം ഇതാണ്. ക്രിസ്ത്യൻ പട്ടണങ്ങൾ, സ്പെയിനിലെ ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള പട്ടണങ്ങളായിരുന്നു ഡറാക്കോ, അരഗോൺ, അതുപോലെ താനിരു എന്ന് പറയുന്ന ഈ 3 സിറ്റികളാണ്. ഈ 3 സിറ്റികളും ചേർന്ന് അവര് ഒരു യുദ്ധത്തിനൊരുങ്ങുകയാണ്. മറ്റൊരു ടീമിനെ പിടിക്കുവാൻ യുദ്ധത്തിനൊരുങ്ങുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ സമയത്ത് ശത്രു സൈന്യം അവർ കുറെ കൂടി പവർഫുള്ളാണ്. ഈ സമയത്ത് ഈ യുദ്ധത്തെ നിയന്ത്രിക്കുന്ന 6 സൈനികരുണ്ട്. 6 സൈനികരെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ 6 സൈനികരെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, അത് നമുക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യേണ്ടത്, നമുക്കത് കൃത്യം പറയാം. എൻ്റെ സഹോദരങ്ങളെ, ഈ 6 സൈനികര് അവര്
അവിടുത്തെ ഡെറോക്കയിലെ അച്ഛൻ വൈദികനായിരുന്ന അഭിഷിക്തനായിരുന്ന ഫാദർ ഡോൺ മത്തയോ മാർത്തിനേസ്. പേരുകളൊക്കെ അത്തരത്തിലുള്ള പേരുകൾ, സ്പാനിഷ് പേരുകളല്ലേ. മത്തയോ മാർത്തിനേസ് എന്ന് പറയുന്ന ഒരു വന്യ വൈദികൻ അച്ഛനെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, അച്ഛാ, യുദ്ധകളത്തിലോട്ട് വരണം, ഞങ്ങൾ യുദ്ധത്തിനായി പോവുകയാണ്. ശത്രു സൈന്യം അവര് നല്ല പവർഫുൾ ആണ്. ആയതിനാൽ പരിശുദ്ധ കുർബാന അർപ്പിച്ച് കർത്താവിന്റെ രക്തശരീരങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷിക്കുവാനായി നൽകണം. ഈ 6 സൈന്യാധിപന്മാരുടെ അഭ്യർത്ഥന മാനിച്ച് ആ സൈന്യാധിപന്മാരുടെ പേരും സഭാ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ പേര് ഡോൺ ജിമനേസ് പെരേസ് എന്നാണ്. ഡോൺ ജിമനേസ് പെരേസ്. മറ്റൊരു സൈന്യാധിപന്റെ പേര് ഡോൺ ഫെർണാഡോ സാഞ്ചസ്. മറ്റൊരു സൈന്യാധിപന്റെ പ്രകാരമാണ് ഡോൺ പേദ്രോ. മറ്റൊരു സൈന്യാധിപന്റെ പേര് ഡോൺ റൈമുണ്ടോ. ഡോൺ റൈൻമുണ്ടോ. മറ്റൊരു സൈന്യാധിപന്റെ പേര് ഡോൺ ഗുയിലിൽ ലോർമോ. ഇതൊക്കെ എന്തിനാ പറയണമെന്ന് ഇത് കെട്ടുകഥകളല്ല എന്ന് നമ്മൾ അറിയണ സഹോദരങ്ങളെ. ഇതൊക്കെ കൃത്യമായ ഡോക്യുമെന്റേഷൻ ഉണ്ട്, കൃത്യമായ ചരിത്ര രേഖകളുണ്ട്. ഇതൊക്കെ ചരിത്ര സത്യങ്ങളാണ്, അല്ല ഗിമ്മിക്സുകളല്ല, കെട്ടിച്ചമയ്ക്കുന്ന കഥകളല്ല സഹോദരങ്ങളെ. ഇതൊക്കെ ചരിത്രത്തിലെ തെളിവുകളാണ്, എവിഡൻസുകളാണ്. ഹല്ലേലൂയ. 6ാമത്തെ സൈന്യാധിപന്റെ പേരാണ് ഡോൺ സിമോണോ കാറോസ്. ഡോൺ സിമോണോ കാറോസ്. ഈ 6 സൈന്യാധിപന്മാരെ ചേർന്ന് അവരുടെ നേതൃത്വത്തിലാണ് ഈ പടയാളികൾ വിവിധ തലങ്ങളിലേക്ക് ഫൈറ്റിനായിട്ട് പോകുന്നത്. ഈ സൈന്യാധിപന്മാർ ചേർന്ന് അച്ഛനോട് പറഞ്ഞു, അച്ഛാ, കുർബാന അർപ്പിക്കണം. നിങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെ യുദ്ധമുഖത്ത് വന്ന് ബഹുമാനപ്പെട്ട വന്യവൈദികൻ ഈ 6 സൈന്യാധിപന്മാർക്ക് വേണ്ടി പരിശുദ്ധ കുർബാന അർപ്പിക്കുകയാണ്. ഈ അർപ്പിക്കുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ, കുർബാന തീരുന്നതിനൊക്കെ തൊട്ട് മുൻപ് പെട്ടെന്ന് ശത്രു സൈന്യം വേഗത്തിൽ കടന്നു വരികയാണ്. ശത്രു സൈന്യം പെട്ടെന്ന് കടന്നു വരുന്നു. പരിശുദ്ധ കുർബാന നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യമായി. ഈ സമയത്ത് ഈ ബഹുമാനപ്പെട്ട വന്യവൈദ്യൻ എന്താ ചെയ്തെന്ന് പറഞ്ഞു? ഈ സൈന്യാധിപൻ 6 സേനാധിപന്മാർക്ക് കൊടുക്കാനുള്ള തിരുവോസികളുണ്ട്. ഈ തിരുവോസികൾ അച്ഛൻ അൾത്താര വിരിയിൽ പൊതിയുകയാണ്. അവിടെ വന്നിരിക്കുന്ന അൾത്താര വിരിയിൽ പൊതിയുന്നു. ആ പൊതിഞ്ഞിട്ട് എൻ്റെ സഹോദരങ്ങൾ ആരും കാണാതെ തൊട്ടടുത്തുള്ള ഒരു പാറക്കെട്ടിൽ അത് അച്ഛനെ ഒളിപ്പിച്ചു വെക്കുകയാണ്. ആ രംഗങ്ങൾ നിങ്ങൾ ഫുൾ സ്ക്രീനിൽ കാണുക സഹോദരങ്ങളെ. നല്ല ക്ലാരിറ്റിയോട് കൂടി കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും ഇത് നോക്കിക്കണ്ടേ. ഇത് കണ്ടോ, അവിടെ കശുരാൻ അർപ്പിക്കുകയാണ്. ഈശോയേ, ആ കുർബാനയെ അർപ്പിച്ച് ഒന്ന് ശ്രദ്ധിക്കണം. പെട്ടെന്നാണ് ശത്രു സൈന്യം കയറുന്നു വരുന്നത്. ശത്രു സൈന്യത്തിന് അറ്റാക്ക് ഉണ്ടാകുന്നത്. കുർബാന വാഴ്ത്തി പെട്ടെന്ന് ശത്രു സൈന്യത പാഞ്ഞു വരുന്നു. അവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയും യുദ്ധത്തിന് വേണ്ടി ഓടുകയാണ്. ഈശോയേ, ഈ സമയത്ത് മറ്റാരും കാണാതെ അൾത്താര വിരിയില് ആ തിരുവോസി അച്ഛൻ പൊതിയുക. എന്നിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടുപോയി അത് നിക്ഷേപിക്കുക. ഒരു കുഞ്ഞാ പാറക്കെട്ടിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുകയാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം എൻ്റെ സഹോദരങ്ങളെ. അത്ഭുതകരമായി ഈ സൈന്യം വിജയിക്കുക, ശത്രു സൈന്യത്തെ പരാജയപ്പെടുത്തുകയാണ്. അടിയുറച്ച ദൈവവിശ്വാസികളായിരുന്ന, ദൈവഭയമുണ്ടായിരുന്ന ഈ 6 സൈന്യാധിപന്മാരുടെ പരിശുദ്ധ കുർബാനയിൽ കെട്ടപ്പെട്ട ജീവിതങ്ങളായിരുന്നു ഈ സൈന്യാധിപന്മാരുടെ ജീവിതം. അവർക്ക് ഉറപ്പുണ്ടായിരുന്നു, കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. പുറപ്പാട് 14:14. നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് വേണ്ടി കർത്താവ് പൊരുതിക്കൊള്ളും. ഹല്ലേലൂയ. ആരെല്ലാം കർത്താവിൽ ചങ്കുറപ്പിക്കുന്നവോ, ആരെല്ലാം കർത്താവിന്റെ വചനങ്ങൾ വിശ്വാസം അർപ്പിക്കുന്നവോ, ആരെല്ലാം പരിശുദ്ധ കുർബാന തങ്ങളുടെ ജീവിതങ്ങളെ കെട്ടിയിരിക്കുന്നുവോ, അവരെ പരാജയപ്പെടുത്തുവാൻ, അവരെ നശിപ്പിക്കുവാൻ, അവരെ ഇല്ലാതാക്കാൻ ഈ ലോകത്തിലെ ഒരു തിന്മയ്ക്കും ഒരു ശക്തിക്കും സാധ്യമല്ല. ആമേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് തന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഇറങ്ങി വന്ന യുദ്ധവീരനെ പോലെ യുദ്ധം ചെയ്തു.
ഡറോക്കയിലെ വിശ്വാസികൾ യുദ്ധം വിജയിച്ചു. ഈ വിജയത്തിന് നന്ദി പറഞ്ഞോണം. ബഹുമാനപ്പെട്ട മത്തായിയുടെ അച്ഛൻ അടുത്ത് വന്നിട്ട് ഈ സൈന്യാധിപര് പറഞ്ഞു, കർത്താവിന് നന്ദി പറയും കൃതജ്ഞതയായിട്ട്, അച്ഛാ ആ തിരുവോസ്തി ഞങ്ങൾക്ക് തരണം. എൻ്റെ സഹോദരങ്ങളെ, ഈ സമയത്ത് ബഹുമാനപ്പെട്ട വന്യവൈദികൻ അദ്ദേഹം ഓർത്തു, ആ ചെറിയ പാറക്കെട്ടുകൾക്കുള്ളിൽ ആൾത്താര വിരിയിൽ 6 തിരുവോസ്തികള് അദ്ദേഹം ആരും കാണാതെ ഒളിപ്പിച്ചു വെച്ചിരിക്കുക. അദ്ദേഹം അങ്ങോട്ട് കടന്നു ചെന്ന് കഴിയുമ്പോൾ അദ്ദേഹം കാണുന്ന കാഴ്ച എന്താണെന്നറിയോ? അദ്ദേഹം അത് എടുക്കുകയാണ്. ആ രംഗങ്ങളുണ്ടെങ്കിൽ നമുക്ക് നോക്കിക്കാണാം സഹോദരങ്ങളെ. അദ്ദേഹം അത് എടുക്കുന്ന സമയത്ത് അദ്ദേഹം കാണുന്ന കാഴ്ച, എൻ്റെ പ്രിയപ്പെട്ടവരെ കണ്ടോ, അച്ഛൻ വരുന്നു, അത് തുറന്നു നോക്കുകയാ. ആ തിരുവോസ്തി വെച്ചിരിക്കുന്ന ആ തുടി തിരക്തം കൊണ്ട് നനഞ്ഞിരിക്കുകയാ. അത് തിരുവസ്ത്രമായിട്ട് മാറി. കർത്താവിന്റെ തിരിച്ചോര ഒഴുകപ്പെട്ടു. വലിയൊരു ദിവ്യകാരുണ്യ അത്ഭുതം സഭാ ചരിത്രത്തിൽ 1239 സ്പെയിനിലെ ഡറോക്കയിൽ വെച്ച് കർത്താവ് പ്രവർത്തിക്കുകയാണ്. കണ്ടു. ഹല്ലേലൂയ. ഓ, ജീവനോടൊരു ഹല്ലേലൂയ പറഞ്ഞേ. എന്റെ സഹോദരങ്ങളെ, ദിനം തോറും നമ്മൾ ഭക്ഷിക്കുന്നത് വെറും ഒരു ഗോതമ്പിന്റെ അപ്പക്കഷ്ണമല്ല, അത് ജീവിക്കുന്ന കർത്താവിന്റെ യഥാർത്ഥ ശരീരമാണ്. നീ വിശ്വസിച്ചോ? 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 ബഹുമാനപ്പെട്ട വൈദികരെ വിശ്വസിച്ചോ? ബഹുമാനപ്പെട്ട സമർപ്പിതരെ വിശ്വസിച്ചോ? ഓ, എന്റെ പ്രിയപ്പെട്ട കുടുംബസ്ഥരെ, എന്റെ യുവജനങ്ങൾ, എന്റെ കുഞ്ഞുമക്കളെ വിശ്വസിച്ചോ? അത് വെറും അപ്പമല്ല, അത് വെറും വീഞ്ഞല്ല, അത് സർവശക്തനായ കർത്താവിന്റെ ജീവനുള്ള ശരീരമാണ്, ജീവിക്കുന്ന രക്തമാണ്. ഓ, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ജീസസ്, ജീസസ്. പറയുമ്പോൾ ശക്തമായ അനോയിന്റിംഗ് വരിക, വലിയ അഭിഷേകം കർത്താവ് തുറന്നു വിടുകയാണ്. ഭവനങ്ങളിലേക്ക്, ദേശങ്ങളിലേക്ക്, ഓ, ചില ജീവിതങ്ങളിലേക്ക് കർത്താവിന്റെ അഭിഷേകം വ്യാപരിക്കുകയാ. കർത്താവെ പകരുക, 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 പകരുക. ശ്രദ്ധിക്കുന്നു, ശ്രദ്ധിക്കുന്നു. ഈ സേനാധിപന്മാരെ എന്താ ചെയ്തെന്ന്? അവൾ അടിയുറച്ച ദൈവവിശ്വാസികളാ. അവരെ അവരുടെ കുന്തം കൊണ്ട് ഈ തിരുവസ്ത്രം, തിരക്തത്താൽ നനഞ്ഞിരിക്കുന്ന ഈ അൾത്താര തുണി അവർ കുത്തിയെടുത്തൊരു പതാകയായിട്ട് അവർ കുത്തി നിർത്തും. അവർ സ്പെയിൻ ആ രാജ്യത്തിന് വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നവരാണ്. ആ സ്ഥലങ്ങളിലേക്കെല്ലാം അവർ ഈ തിരുവസ്ത്രം കൊണ്ടുപോകുക. സഹോദരങ്ങളെ, 3 പ്രാവശ്യം ഡറോക്കോ പട്ടണത്തിൽ തന്നെ ഈ തിരുവസ്ത്രം വിശ്വാസികളുടെ വിശ്വാസം വർദ്ധിക്കുവാൻ വേണ്ടി അവർ പ്രദർശിപ്പിച്ചിട്ടുണ്ട്, സഭ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇരിക്കുന്ന സമയത്താണ് ഈ 6 പേർക്കും ഒരു ചെറിയ കശപിശയുണ്ടായി. ഇത് ആര് സൂക്ഷിക്കും? ആരുടെ പട്ടണത്തിൽ സൂക്ഷിക്കും? ആ സമയത്ത് ഈ 6 പേരും ഒരു തീരുമാനമെടുത്തു. നമുക്കൊരു കഴുതയെ, ഒരു കഴുതയുടെ പുറത്ത് ഈ തിരുവസ്ത്രം നമുക്ക് കെട്ടി കഴുതയെ നമുക്ക് പറഞ്ഞുവിടാം. കഴുത ഏത് പട്ടണത്തിൽ നിൽക്കുന്നുവോ ആ പട്ടണത്തിലാണ് ഈ തിരുവസ്ത്രം നമ്മൾ സൂക്ഷിക്കേണ്ടത് എന്ന് അവരൊരു തീരുമാനത്തിലെത്തുകയാണ്. അങ്ങനെ സഹോദരങ്ങളെ, ഈ തിരുവസ്ത്രം ഒരു കഴുതയുടെ പുറത്ത് കെട്ടിയിട്ട് അവരാ കഴുതയെ പറഞ്ഞു വിടുകയാണ്. കഴുത പോയത് എവിടെയാണെന്നറിയോ? 200 മൈലുകൾ 12 ദിവസം. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇതൊക്കെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളാ. ഇതിലെല്ലാം കർത്താവിന് നിശബ്ദമായ പ്രവർത്തനങ്ങളുണ്ട്. ബുദ്ധിക്ക് മനസ്സിലാവില്ല, യുക്തിക്ക് മനസ്സിലാവില്ല. അതിന് പറയുന്ന പേരാ വിശ്വാസം. ഹൃദയം തുറക്കണം, ഹൃദയ കണ്ണുകൾ പ്രകാശിതമാകണം, ആന്തരിക നയനങ്ങൾ തുറക്കപ്പെടണം. എങ്കിലേ ഈ മിസ്റ്ററി നിനക്ക് മനസ്സിലാകൂ. റെവലേഷൻ, ഇതൊരു വെളിപാടാണ് സഹോദരങ്ങളെ. 200 മൈൽ യാത്ര ചെയ്ത് ഡറോക്കയിലെ സെന്റ് മാർക്കിന്റെ ദേവാലയത്തിന് മുന്നിൽ ഈ കഴുത വന്ന് നിൽക്കുക. അവർക്ക് മനസ്സിലായി ഡറോക്കയിലെ സെന്റ് മാർക്കിലാണ് ഇത് സൂക്ഷിക്കേണ്ടത്. നിങ്ങൾ ആ രംഗങ്ങളൊന്ന് പെട്ടെന്ന് നോക്കിക്കണ്ടേ എൻ്റെ സഹോദരങ്ങൾ? ആ കഴുതയുടെ പുറത്ത് ആ തിരുവസ്ത്രം അവരെ ദൈവത്തിന്റെ ഭൂത നയിക്കുകയാണ്. 12 ദിവസം യാത്ര ചെയ്ത് 200 മൈലുകൾ യാത്ര ചെയ്തു. അത് പോയി നിന്നത് സെന്റ് മാർക്കിന്റെ ദേവാലയത്തിന്റെ മുൻപിലാണ്. ഡറോക്കയിലെ സെന്റ് മാർക്കിന്റെ ദേവാലയം.
വെറുതെ ചുമ്മാ ഫോട്ടോയല്ല. 1239 യുദ്ധമുഖത്ത് സ്പെയിനിലെ ഡറോക്കയിൽ കർത്താവ് ചെയ്ത ദിവ്യകാരുണ്യ അത്ഭുതത്തിന്റെ ആ തിരുവസ്ത്രമാണ് കാണുന്നത്. കണ്ടോ, രക്തപ്പാടുകൾ കണ്ടു സഹോദരങ്ങളെ. ഇന്നും ലൈവായിട്ട് സഭയിൽ ഇരിക്കുകയാണ്. സെന്റ് മാർക്ക് ദേവാലയത്തിൽ ആ തിരുവസ്ത്രം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്റെ സഹോദരി സഹോദരങ്ങളെ, ഓരോരോ ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. റൂഹ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. ഇതെന്തിനു വേണ്ടിയിട്ടാ? നമ്മുടെ ജീവിതങ്ങൾ പരിശുദ്ധ കുർബാനയിൽ കെട്ടപ്പെടുവാൻ. നമ്മുടെ കുടുംബങ്ങൾ പരിശുദ്ധ കുർബാനയിൽ കെട്ടപ്പെടണം. അവിടെ ഇവിടെയല്ല നമ്മളെ കെട്ടേണ്ടത്. അതാണ് നമ്മൾ ഇന്ന് തകരുന്നത്. ഇത് നമ്മൾ തളരുന്നതിന് കാരണം എന്താ? നമ്മുടെ ജീവിതത്തിന്റെ കയറ് കെട്ടിയിരിക്കുന്നത് ലോകത്തിന്റെ സുഖങ്ങളില, ലോകത്തിന്റെ സംവിധാനങ്ങളില, ലോകത്തിന്റെ മോഹങ്ങളില, ലോകത്തിന്റെ നശ്വരമായിട്ടുള്ള ചില നേട്ടങ്ങളിലാണ്. സഹോദരങ്ങളെ, പരിശുദ്ധ കുർബാനിൽ കെട്ടപ്പെട്ട ജീവിതങ്ങളായിട്ട് നമുക്ക് മാറ്റപ്പെടാം.